എന്തേ നമ്മൾ തോറ്റതിൻ്റെ കാരണം, എന്താ നമ്മൾ വിജയിക്കാത്തതിൻ്റെ കാരണം? അതിന് ചില കാരണങ്ങളുണ്ട്. അത് നമ്മളെ തീരുമാനം ശരിയല്ലാത്തതാണ്. ലോകത്തെ ഏറ്റവും വലിയ വെള്ളം, ലോകത്തിലെ ഒന്നാമത്തെ വെള്ളം നബി തങ്ങളുടെ കൈയിൻ്റെ ഇടയിൽ കൂടെ വന്നതാണ്. രണ്ടാമത്തെ വെള്ളം അങ്ങനെയാണ്. ലോകത്തെ ഏറ്റവും നല്ല വെള്ളം മുത്തുനബിയുടെ കൈയിൻ്റെ ഇടയിൽ കൂടെ വന്നതാണ്. പക്ഷെ കിട്ടാനില്ല. കിട്ടിയവർക്ക് കിട്ടി, ഇനി കിട്ടാനില്ല. അതാണ് ലോകത്തെ ഏറ്റവും നല്ല വെള്ളം. രണ്ടാമത്തെ വെള്ളം സംസമാണ്. എന്തേ അതിൻ്റെ പിന്നിലെ രഹസ്യം? ഒരു സ്ത്രീ തൻ്റെ കൽബിനെ അള്ളാഹുവിലേക്ക് അർപ്പിച്ചതാണ്. അള്ളാഹ് എന്തേലും ഒരു വഴി ഉണ്ടായിക്കോളും എന്ന് തീരുമാനിച്ചതാണ്. അള്ളാഹ് പറഞ്ഞിട്ടല്ലേ ഇവിടെ ആക്കി പോണത്. അതിന് അള്ളാഹു തആല ഒരു തീരുമാനം ഉണ്ടാക്കും. ഇതല്ല യുളയ്യുനല്ലാഹ് എന്ന് പറഞ്ഞു ഭർത്താവിനോട്. അള്ളാഹ് പറഞ്ഞിട്ടാണ് ഇവിടെ ആക്കണ വെച്ചാൽ ഒരു പ്രശ്നമില്ല, അള്ളാഹു ഞങ്ങളെ വെറുതെ ആക്കൂല പറഞ്ഞു. ആ വെറുതെ ആക്കാതിരുന്ന വെള്ളാണ്. തൻ്റെ മകന് വേണ്ടി ഹാജറ ബീവി റളിയല്ലാഹു അൻഹ ഒരു തുള്ളി വെള്ളം ചോദിച്ചേ. ഒരു തടാകം വെള്ളമല്ല ചോദിച്ചിട്ടുള്ളത്, ഒരു തുള്ളി വെള്ളമാണ് ചോദിച്ചിട്ടുള്ളത്. ആ വെള്ളം കഴിഞ്ഞ ഹജ്ജ് സീസണിൽ പത്രത്തിൽ വന്നിരുന്നു. ഒരു സെക്കൻഡിൽ 6000 ലിറ്ററാണ് പമ്പ് ചെയ്യണത്. ഒരു സെക്കൻഡിൽ 6000 ലിറ്റർ വെള്ളമാണ് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു തുള്ളിയെ ചോദിച്ചിട്ടുള്ളത്. എൻ്റെ കുട്ടിക്ക് ഒരു തുള്ളി വെള്ളം തരുമെന്നാണ് ഹാജറ ബീവി റളിയല്ലാഹു അൻഹ അള്ളാഹുവിനോട് ചോദിച്ചത്. എന്തേ കൊടുക്കാനുണ്ടായ കാരണം എന്നതിൻ്റെ ഉത്തരം ഹാജറ ബീവിയുടെ ഖൽബ് അള്ളാഹുവിൽ അർപ്പിച്ചിരുന്നു എന്നതാണ്. തന്നെ സംഗതി. അതിന് നമ്മൾ തയ്യാറുണ്ടെങ്കിൽ നമ്മളെ കുട്ടികളും നേരാവും, നമ്മളെ സമൂഹവും നേരാവും, നമ്മളെ നാടും നേരാവും, എല്ലാവരും നേടാവും. ഈ ഒരു മനസ്സിനെയാണ് തവക്കുൽ എന്ന് പറയുന്നത്. ആ മനസ്സ് ആർക്കെല്ലാണ്ടോ അവൻ വിജയിച്ചിട്ടുണ്ട്, അവൻ വിജയിക്കുകയും ചെയ്യും. അതാണ് ഫമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു എന്ന് പറഞ്ഞിട്ടുള്ളത്. തന്നെ സംഗതി. അമ്പിയാക്കളിൽ നമുക്കത് ധാരാളമായിട്ട് കാണാൻ പറ്റും. പിന്നെ പറഞ്ഞത് ഫനൈലു മിസ്റ എന്നാണ് മൂന്നാമത് പറഞ്ഞത്. ഒന്നാമത്തേത് മീൻ ബൈനി ഇസ്ബാഇൻ നബി, നബിന്റെ വിരലിന്റെ ഇടയിൽ കൂടെ വന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തേത് സംസം വെള്ളം, ഹാജറ ബീവിക്ക് ഇസ്മായിലിനും കിട്ടിയത്. മൂന്നാമത്തേത് ഫനൈലു മിസ്റ, മിസ്റിലെ നൈൽ നദിയിലെ വെള്ളത്തിനാണ് പിന്നെ പ്രാധാന്യമുള്ളത്. എന്താ അതിന്റെ കാരണം? അത് അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്തി എന്നത് തന്നെയാണ്. സയ്യിദുനാ മൂസ അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തിയതാണ്. ആ മനുഷ്യൻ അള്ളാഹുവിൽ തവക്കുൽ ചെയ്തിരുന്നു എന്നതാണ്. സംഭവം എന്താ നിങ്ങൾക്കറിയോ? ബഹുമാനപ്പെട്ട സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാം ലഅനത്തുല്ലാഹി അലൈഹി ആയ ഫിർഔനിലാണ് ഇസ്ലാമിക പ്രബോധനം നടത്തിയത്. ഫിർഔനിലാ പ്രബോധനം നടത്തിയത്. ഫിർഔനോട് ദീൻ പറഞ്ഞു, ഓ വന്നില്ല, വരാൻ തയ്യാറുമില്ല. പക്ഷേ അവൻ മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ അനുയായികളെ അതിശക്തമായി പീഡിപ്പിച്ചു. അവസാനം അവരിൽ നിന്ന് രക്ഷ നേടാൻ ബഹുമാനപ്പെട്ട സയ്യിദുനാ മൂസ നബി അലൈഹി ഇസ്ലാം തീരുമാനിച്ചു. അങ്ങനെ ഒരു ദിവസം രാത്രി മൂസ നബി അലൈഹി ഇസ്ലാം തൻ്റെ അനുയായികളെയും കൂട്ടി, മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ അനുയായികളെയാണ് ബനു ഇസ്രായീൽ എന്ന് പറയുന്നത്, ഫിറഔനിന്റെ അനുയായികളെയാണ് ഖിബ്തികൾ എന്ന് പറയുന്നത്. ബനു ഇസ്രായേലരെയും കൂട്ടിയിട്ട് നടന്ന് യാത്ര പോകാൻ തീരുമാനിച്ചു. മൂസാ നബി അലൈഹി ഇസ്ലാം അന്ന് കൊണ്ടുപോയ ആ ബനു ഇസ്രായേൽ അല്ലട്ടോ ഇന്നത്തെ ഇസ്രായേൽ പറഞ്ഞ്. ഇന്നത്തെ ഇസ്രായേൽ അതല്ല. ഇന്നത്തെ ഇസ്രായേലിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജൂതന്മാർ കുടിയേറി പാർത്ത ഇസ്രായേലാണ്. അത് ഫലസ്തീൻ്റെ ഭാഗമായുള്ള ഒരു നാട്. അതിനെ പകുതിയാക്കിയിട്ട് ഒരു പകുതിയിൽ അവർ താമസിക്കുകയാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജനവിഭാഗമായ ബനു ഇസ്രായേൽ അല്ലാതെ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരയായ ബനു ഇസ്രായേലും അല്ലാതെ ആ സമൂഹം ഇന്ന് നിലവിലില്ല. അവർ നശിച്ചു, അവർ പിന്നെ മരണപ്പെടുകയും ആ തറവാടും ആ കുടുംബവും ആ ബന്ധവും ഇല്ലാതെയായി പോവുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതല്ല ഉള്ളത് എന്ന് മനസ്സിലാക്കാം. എല്ലാവർക്കും എന്തോ തരുന്നുണ്ടോ അല്ലേ? മേടിച്ചോളി. ഒരു വെള്ളം ബത്തക്കവെള്ളം ഉണ്ട്, മേടിച്ചോളി. അങ്ങനെ ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം സുൽത്താൻ മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് 25-ാമത്തെ വയസ്സിൽ നാട് വിട്ടതിന് ശേഷം ആദ്യമായി ചെയ്ത ജോലി ബത്തക്ക വെള്ളം കച്ചവടം ചെയ്യലായിരുന്നു. കുടിച്ചോളി. അങ്ങനെ
ഇനിയിപ്പോൾ അതേ നടക്കുള്ളൂ. കാരണം എന്താ വെച്ചാൽ കുടിൻ്റെ ഇടയിൽ കൂടെ വേറെ നടക്കില്ല. ഇനിയിപ്പോൾ അതേ പറ്റുള്ളൂ. ഇനി വേണ്ട കൊടുത്തുകാണ്ട് ഒരു 4 വളണ്ടിയർമാർ കുട്ടികളും കൂടി വേഗം വന്നുകാണ്ട് അതാണ് കൊടുത്തു തീർക്കി. അപ്പോഴാണ് ബാക്കി അടക്കാം. ഇൻഷാ അല്ലാഹ്. ഇന്നലെ കുറച്ച് ആൾക്കാർ സംഖ്യ വാഗ്ദത്തം ചെയ്തിരുന്നു, ഒരു കവറും നൽകിയിട്ടുണ്ടായിരുന്നു. ഇന്ന് അത് തിരിച്ചേൽപ്പിക്കണം എന്ന് അറിയിക്കാൻ വേണ്ടി സംഘാടകർ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു ബക്കറ്റ് വിരിവൊക്കെ നടത്തണ്ടേ? അതില്ലേ? അതൊന്നപ്പാണ് നടത്തുക. ഏതായാലും ഒരു വെള്ളം കൊടുക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി അതും കൂടി നടന്നോട്ടെ. ആ ബക്കറ്റ് എടുത്തിട്ട് എല്ലാവരും കായെടുത്ത് കയ്യിൽ പിടിക്കി, പൈസ എടുത്ത് കയ്യിൽ പിടിക്കി. ഒരു പിന്നെ ആ വെള്ളം കുടിക്കണതിൻ്റെ ഇടയിൽ കൂടി എടുത്ത് കയ്യിൽ പിടിച്ച് ഇവർ ബക്കറ്റായിട്ട് വരും. അതിൽ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കുക. പിന്നെ ഇന്നലെ ഏൽപ്പിച്ച കവറ് തിരിച്ചേൽപ്പിക്കുക. അതേപോലെ പിന്നെ ഇവിടുത്തെ പറയപ്പെട്ട വിഷയങ്ങളൊക്കെ വിജയിപ്പിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുക. പിരിവിനെ പറ്റി അത്രയൊക്കെ പറയാനേ എനിക്ക് അറിയുള്ളൂ. ബാക്കി നിങ്ങളെല്ലാം കണ്ടറിഞ്ഞ് ചെയ്താൽ മതി. ഞാൻ വയത് പറഞ്ഞോളാം. ബാക്കി നിങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുക. പിരിവിൻ്റെ വയത് എനിക്കറിയില്ല, അതുകൊണ്ട് ഇത്രയൊക്കെ പറയാനേ കഴിയുള്ളൂ. ഇനി അറിയെങ്കിൽ തന്നെയും പറയൂല. അതുകൊണ്ട് ഇത്രയൊക്കെ തന്നെ ചെയ്യും. ഒന്നാമത് ലൈവ് പോകുന്നുണ്ടാവും, അതുകൊണ്ട് തീരെ പറയില്ല. അടുത്തോടത്ത് ഇനിയും പറയേണ്ടി വരും, അതുകൊണ്ട് പറയില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, എല്ലാവരും കാര്യമായിട്ട് ഉള്ളതിനനുസരിച്ച് കൊടുക്കുക. അപ്പോൾ ആ കുടി കഴിഞ്ഞവരും ഇങ്ങോട്ട് നോക്കുക. മുന്നത്തെ ആൾക്കാരതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, ഓരോ ഇങ്ങോട്ട് നോക്കുക. ആ വളണ്ടിയർമാർ കുട്ടികൾ വേഗത്തിൽ കൊടുന്നുകൊണ്ട് എല്ലാവർക്കും കൊടുക്കി. ബക്കറ്റ് വിരിവ് ഒന്നാണ്ട് സജീവമായി നടത്തി, ഒന്നാണ്ട് സ്പീഡിൽ പോയിക്കോട്ടെ. നമുക്ക് എളുപ്പം വയത് പറയൽ ആക്കി മാറ്റാം. സ്റ്റേജിൽ നിന്നും പിരിച്ചോളി. എൻ്റെ ഒന്നും തിരിച്ചണ്ട, സ്റ്റേജിൽ നിന്ന് പിരിച്ചോളി. ഉള്ള മാതിരി പറയാമെന്നുള്ളതാണ് നമ്മളെ പോളിസി, വേറെ ഒന്നുമില്ല. സത്യമായിട്ടുള്ള മാതിരി അങ്ങനെ പറയാം, അല്ലാതെ വേറെ അഡ്ജസ്റ്റ്മെൻറ്റ് പരിപാടികളൊന്നുമില്ല. ഇൻഷാ അല്ലാഹ്. പെണ്ണുങ്ങളെ ഭാഗത്ത് കുറേ വളണ്ടിയർമാരെയാണെന്ന് തോന്നുന്നുണ്ട്, കാണാണ്ട്. കവർ കൊടുക്കാനുള്ളവർ കൊടുക്കുക, ബക്കറ്റിൽ പൈസ ഇട്ട് കൊടുക്കുക, സംഭാവന ഉള്ളവരെ കൊടുക്കുക. ലാസ്റ്റ് ദുആ ചെയ്യും ഇൻഷാ അല്ലാഹ്. أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطاهي والحبيب العربي إننا نرجو إلى كأس حوضك للعطش يوم نشر كتابي يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطاهي والحبيب العربي. ഈ ബൈത്തിലുള്ളതും ഒക്കെ ആ പിരിവും വെള്ളം കൊടുക്കലും വേഗം തീരാൻ വേണ്ടിയിട്ടാണ്. الشفاعة هب لنا في القيامة مشفقا واهلنا إن ضاء يا سيدي خير النبي الصلاة على النبي كل وقت دائما لها نجم في السماء سيدي خير النبي أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطاهي والحبيب العربي. സഹോദരങ്ങളെ, എല്ലാവരും ശ്രദ്ധിക്കുക.
അള്ളാഹുവിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവൻ ഏറ്റെടുക്കും എന്ന ഒരു വിശ്വാസം നമുക്ക് ആദ്യം ഉണ്ടാകണം. അതിന് മുൻഗാമികളുടെ താരീഖുകളെ പഠിക്കണം. ഒന്നാമത് ഏറ്റവും ശ്രേഷ്ഠതയുള്ള വെള്ളം നബിതങ്ങളുടെ കൈയിൻ്റെ ഇടയിൽ കൂടെ വന്നതാണ്. എന്താ കാരണം? ഒരു യുദ്ധത്തിന് പോയി എല്ലാവരും മടങ്ങി വരികയാണ്. മടങ്ങി വരുന്ന സമയത്ത് ഒരു പ്രദേശത്ത് താമസിച്ചു. നേരം വെളുത്തു നോക്കിയപ്പോൾ അധിക ആളുകൾക്കും ജനാപത്തുണ്ടായിട്ടുണ്ട്. കുളിക്കാൻ വെള്ളമില്ല, കുടിക്കാൻ തന്നെയും ഇല്ല. അവർ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതി പറഞ്ഞു, നബിയേ, വെള്ളമില്ലല്ലോ, ഞങ്ങളെല്ലാവരും ബുദ്ധിമുട്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പാത്രം കൊണ്ടുവരീ എന്ന് പറഞ്ഞ് അതിൽ കൈ ഇങ്ങനെ വെച്ചു. കൈയിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെ വെള്ളം വന്നു. തവക്കുലാണ്, അള്ളാഹിനെ ഏൽപ്പിച്ചത്, അതുകൊണ്ടാണ് വന്നത്. രണ്ടാമത്തേത് സംസമാണ്, തവക്കുലാണ്. ഹാജറ ബീബി റളിയല്ലാഹു അൻഹാ എന്ന പഴയകാലത്ത് അടിമയായിരുന്ന ഒരു സ്ത്രീ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഭാര്യ, പിന്നീട് സ്വതന്ത്രയായിട്ടുണ്ട്. സയ്യിദുനാ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ ഭാര്യയായ ഹാജറ ബീവി തൻ്റെ കൽബിനെ അള്ളാഹുവിലേക്ക് സമർപ്പിക്കുകയും തൻ്റെ കുട്ടിക്ക് വേണ്ടി ഒരിറ്റ് വെള്ളം ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ അള്ളാഹു നൽകിയതാണ് രണ്ടാമത്തെ സംസം വെള്ളം. മൂന്നാമത്തെ വെള്ളം പറഞ്ഞത് മിസ്റിലെ നൈൽ നദിയിലെ വെള്ളമാണ്. ഫിറഔനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മൂസ നബി അലൈഹിസ്സലാമും അനുയായികളും പോകുന്നു. അവരിങ്ങനെ പോയി നൈലിൻ്റെ കരയിൽ ഇങ്ങനെ എത്തി. നൈലിൻ്റെ കരക്കിങ്ങനെ എത്തി. അപ്പോൾ അതിന് നേരം വെളുത്തു. ഫിറഔനും അനുയായികളും മൂസയും അനുയായികളും രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് അറിഞ്ഞു. ഉടനെ കുതിരപ്പടയെ തയ്യാറാക്കി ബാക്കിൽ വിട്ടു. മൂസാ നബി അലൈഹി ഇസ്ലാമും അനുയായികളും മുന്നിൽ ഇങ്ങനെ എത്തിയപ്പോൾ ബാക്കിൽ നിന്ന് ഇങ്ങനെ കുതിരപ്പടയാളികൾ വരുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ ഫിറൗനും അനുയായികളാണ്. ഒപ്പമുണ്ടായിരുന്ന ബനു ഇസ്രായേൽ പറഞ്ഞു, മൂസയെ പറ്റിച്ചല്ലോ, നമ്മൾ എന്താ കാട്ടയച്ചു. അപ്പോൾ സയ്യിദുനാ മൂസ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ഇന്ന മഅയ റബ്ബീ സയഹ്ദീൻ. സൂറത്തുൽ ഖസസിലുണ്ട്, സൂറത്തുൽ അംബിയായിലുണ്ട്, പലയിടത്തും ഈ ആയത്ത് പറഞ്ഞിട്ടുണ്ട്. ഇന്ന മഅയ റബ്ബി, ഇൻ്റെ ഒപ്പം എൻ്റെ റബ്ബുണ്ട്, സയഹ്ദീൻ, അവൻ എനിക്കൊരു വഴി കാണിക്കുമെന്ന് പറഞ്ഞു. സത്യത്തിൽ ഇനി ഇവിടുന്നാണ്ട് വഴിയില്ല, നൈൽ നദിയാണ്. സത്യത്തിൽ അവിടെ ഇനി വഴിയില്ല. ബാക്കിൽ ഫിറഔനും സംഘം എത്തിയിട്ടുണ്ട്, മുന്നിൽ നൈൽ നദിയുമാണ്, ഇനിയൊരു വഴിയുമില്ല. എന്താ കേട്ടാ? മൂസ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, എന്ന മഅയ റബ്ബി സയഹ്ദീൻ, എൻ്റെ റബ്ബൻ്റെ കൂടെയുണ്ട്, അവൻ എനിക്കൊരു വഴി കാണിക്കുമെന്ന് പറഞ്ഞു. കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ട് അടിച്ചു. സമുദ്രം രണ്ട് പിളർപ്പായി മാറി നിന്നു. മൂസ നബി അലൈഹി ഇസ്ലാമും അനുയായികളും അതിലൂടെ രക്ഷപ്പെട്ടു. അവരങ്ങനെ അക്കരമ്മ കയറിയപ്പോൾ വഴി കണ്ടിട്ട് ഫിറഔനും കൂട്ടരും ഇങ്ങനെ നിന്നു, എന്താ വേണ്ടത്. മൂസാ നബി അലൈഹി ഇസ്ലാം യാത്ര ചെയ്തിരുന്നത് ഒരു പെൺ കഴുതയുടെ പുറത്തായിരുന്നു. ഫിറഔൻ വരുന്നത് ഒരു ആൺകുതിരയുടെ പുറത്തുമാണ്. ഇറങ്ങണ്ടെന്നൊക്കെ കരുതിയിട്ട് മൂപ്പര് കുറെ വലിച്ചു നോക്കി. മുന്നിൽ പോണ പെണ്ണിനെ കണ്ടപ്പോൾ കുതിരണ്ട് ഇറങ്ങി. അങ്ങനെ നടുക്കൊക്കെ എത്തിയത്, വെറുതെ എത്തിയതല്ല. ഓൻ പിന്നാക്കം വലിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ കുതിരക്ക് നിൽക്കാൻ പറ്റിയില്ല, കുതിരണ്ട് ഇറങ്ങി. ഇവരാണ് നടുക്കൊക്കെ എത്തിയപ്പോൾ തന്നെ മറ്റൊരു അക്കരമാണ് കയറിയിട്ടുണ്ട്. നൈലാണ് കൂടി ഒലയിലാണ് മുങ്ങി മരിച്ചു. ഇതുണ്ടായത് എന്തേ? തവക്കുലാണ്. എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, അവൻ എനിക്കൊരു വഴി കാണിച്ചു തരും എന്ന് സയ്യിദുനാ മൂസ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു. ആ മൂസ നബി അലൈഹി ഇസ്ലാമിനെയും അനുയായികളെയും രക്ഷപ്പെടുത്തി എന്നതാണ്. സംസം കഴിഞ്ഞാൽ മിസ്റിലെ നൈൽ നദിയിലെ വെള്ളത്തിനാണ് ഏറ്റവും പ്രത്യേകത എന്ന് പറയാനുണ്ടായ കാരണം അതിൻ്റെ പിന്നിൽ തവക്കുലാണ് തന്നെ. ഇത് നമുക്കുണ്ടോ? നമ്മൾ രക്ഷപ്പെടും. അള്ളാഹിനെ ഏൽപ്പിച്ചിട്ടുണ്ടോ? രക്ഷപ്പെടുമെന്നതാണ്. നമുക്ക് ദ്വാരക്കുമ്പോൾ വരെ അങ്ങനെ തോന്നണില്ല എന്നുള്ളതാണ്. ദ്വാരക്കുമ്പോൾ വരെ തോന്നണില്ല, കിട്ടുന്നു തോന്നണില്ല, കഴിച്ചിലാവും നമ്മൾ തോന്നണില്ല. എങ്ങനെ കഴിച്ചിലാകാം? തന്നെ സംഗതി. അതുകൊണ്ട് ഏതെല്ലാം വിഷയങ്ങൾ ഒരു മനുഷ്യന് അള്ളാഹുവിനെ ഏൽപ്പിക്കാൻ കഴിഞ്ഞോ രക്ഷപ്പെടാം. അതിനെന്ത് വേണമെന്നറിയോ? ഏൽപ്പിക്കാൻ കഴിയണമെങ്കിൽ ഹംദ് കൽബിൽ ഉറക്കണം. അൽഹംദുലില്ലയാണ് തവക്കുലിൻ്റെ ഏറ്റവും വലിയ വാക്ക്. അതിന് ഹൃദയത്തിൽ ഉറക്കണം. പെൺകുട്ടിക്ക് 21 വയസ്സായി, മോളെ കെട്ടിക്കാനായി, കല്യാണമൊന്നും ശരിയായിട്ടില്ല. ഉസ്താദേ നല്ലോണം ദോരക്കണം കേട്ടോ, പെണ്ണിനൊരു കല്യാണം ശരിയാക്കാൻ വേണ്ടിയിട്ട്. കുഴപ്പമില്ല, ദോരക്കാം.
ദ്വാരക്കണ്ട തന്നെയാണ്, ദ്വാരക്കും വേണം. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഒരു 21 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം രാത്രി 10:30 മണിക്ക് എൻ്റെ പെണ്ണുങ്ങൾക്ക് പ്രസവ വേദന തുടങ്ങിയത് ഓർമ്മയുണ്ടോ? 21 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം രാത്രി 10:30-ക്ക് ഭാര്യക്ക് പ്രസവ വേദന തുടങ്ങിയപ്പോൾ ഓട്ടോറിക്ഷ വിളിച്ചങ്ങാണ്ട് ആശുപത്രിയിൽ പോയിട്ട് പെണ്ണിനെ ലേബർ റൂമിലേക്കാണ് കൊണ്ടുപോയിട്ട് ഒരു വിവരമില്ലാതെ വന്നപ്പോൾ 11:30 മണിയായപ്പോൾ വാതിലും ഇങ്ങനെ ബെല്ലടിച്ചിട്ട് ചോദിച്ചില്ലേ മറിയമ്മൂൻ്റെ വല്ല വർത്താനമുണ്ടോ? അപ്പം നഴ്സ് പറഞ്ഞു ഒന്നും പറയാനായിട്ടില്ല. 12:30-ക്ക് പിന്നെയും ചോദിച്ചു, 1:30-ക്ക് പിന്നെയും ചോദിച്ചു. യാസീൻ ഓതിയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. 1:45 നഴ്സ് പറഞ്ഞു ഡോക്ടർ വന്നിട്ടുണ്ട്, വേദന തുടങ്ങിയിട്ടുണ്ട്. 1:30 മണിയായപ്പോൾ, 1:45, 2 മണിയായപ്പോൾ നഴ്സ് വാതിലിനുള്ളിൽ കൂടെ തല ഇട്ടിട്ട് പറഞ്ഞു മറിയമ്മ പ്രസവിച്ചിരിക്കുന്നു, പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരു മനസ്സറിഞ്ഞ അൽഹംദുലില്ലാ പറഞ്ഞിരുന്നുവെങ്കിൽ 18 കൊല്ലം കഴിയുമ്പോൾ രണ്ടാമത്തെ അൽഹംദുലില്ലാ പറയാനുള്ള അവസരം നിന്റെ റബ്ബ് ചോദിക്കാതെ തരുമായിരുന്നു. അതുകൊണ്ട് ആദ്യത്തെ ഹംദാണ് കൽബിൽ ഉറച്ചിട്ടില്ല. അതാണ് കാരണം. വളമ്പിത്തന്ന ചോറ് വേയിച്ച് തീരുന്നതിന്റെ മുന്നേ രണ്ടാമത് ഉമ്മാനോട് ചോറാണ് ചോദിച്ചാലേ ചൂലും പട്ടോണ്ട് അടിയാണ് കിട്ടും. അതാണ് ഈ കിട്ടുന്നത്. ആദ്യത്തെ അൽഹംദുലില്ലാ ചെല്ലട്ടെ, മറ്റത് ഓട്ടോമാറ്റിക് ആയിട്ടുണ്ട് വരും. ഹംദ് കൽബിൽ ഉറച്ചില്ല എന്നുള്ള പ്രശ്നം. നിഅമത്തുകൾ ഓർമ്മയില്ല, നിഖ്മത്തുകളെ നമ്മൾ ഓർക്കുന്നു. അരമണിക്കൂർ പല്ലുവേദനയുണ്ടാകുമ്പോഴേക്ക് പല്ലുവേദന ഇല്ലാതെ കടന്നുപോയ 23.5 മണിക്കൂറിനെ നമ്മൾ മറക്കും. അല്ലോ എപ്പാ നോക്കിയാലും പല്ലുവേദനയാണ് റബ്ബേ, എന്തിനാ എങ്ങനെ അടങ്ങാറാക്കണത് എന്ന്. അരമണിക്കൂറാണ്. പല്ലുവേദന ഇല്ലാത്ത 23.5 മണിക്കൂറാണ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അത് ഓർമ്മ ഉണ്ടാവില്ല. പല്ലുവേദന ഉള്ള അരമണിക്കൂറിനെ ഓർക്കലല്ല ഹംദ്. പല്ലുവേദന ഇല്ലാതെ കഴിഞ്ഞു പോയ 23.5 മണിക്കൂറിനെ ഓർക്കുന്നതിനാണ് ഹംദ് എന്ന് പറയാ. അതാണ് അൽഹംദുലില്ലാ. കിട്ടാത്തതിന് അൽഹംദുലില്ലാ അല്ല, കിട്ടിയതിന്റെ ഹംദാണ് ചെല്ലണം. അപ്പൊ ബാക്കിന് കിട്ടും. കിട്ടിയതിന്റെ ഹംദ് മുറക്കാണ് ചെല്ലണം. ഫാത്തിഹ സൂറത്ത് ഇറങ്ങിയപ്പോഴാണ് ലഅനത്തുല്ലാഹി അലൈഹി ഇബ്ലീസ് കരഞ്ഞത്. ഇബ്ലീസ് ലഅനത്തുല്ലാഹി ആകെ കരഞ്ഞത് 3 സമയത്ത് മാത്രമാണ്. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഇല്ലേ പഠിച്ചോനെ, നിങ്ങളെ ചങ്ങായ മൂപ്പര്. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ആകെ കരഞ്ഞത് 3 സമയത്താണ്. ഇങ്ങനെ ഉറച്ചിരുന്നാൽ ഒരു പ്രശ്നം കിട്ടും, അടി കൂടെ ചെതല് കയറും. അതുകൊണ്ട് ഒന്ന് ഇളകിയിരിക്കണം, എന്നാലും സംഗതി ശരിയാവുള്ളൂ. ഒരു യാനബി അല്ലേ കണ്ട ഇരിക്കണോടത്ത് നിന്ന് ഇളകിക്കാണ് എല്ലാവരും. യാനബി സലാം അലൈക്കും യാ റസൂൽ, ഇളകണം ചേട്ടോ. യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സലവാത്തുല്ലാഹി അലൈക്കും. എനിക്ക് ലേശം കാഴ്ച കുറവുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇളകിയത് ഞാൻ കാണാറ്റ ഇക്കാരം എന്ന് വിചാരിക്കുന്നു. കുറച്ചാൾക്കാരൊക്കെ ഇളകിയിട്ടുണ്ട്. അതിപ്പോൾ എന്താ പോകാനായിട്ട് പറഞ്ഞു വെച്ചിട്ട് നമ്മളുടെ ഇളകാൻ എന്നാണ്, വേറെ ഒന്നല്ല. പിന്നെ അല്ലെ ചിലപ്പോൾ ഞാൻ കാണാറ്റ ഇക്കാരം, എൻ്റെ കുഴപ്പമിക്കാരട്ടോ. കുഴപ്പം എപ്പോഴും നമ്മളതാന്ന് വിചാരിക്കലാണ് ഏറ്റവും നല്ലത്. എന്തായാലും കുറേ ആൾക്കാർ ഇളകണേ ഞാൻ കണ്ടിട്ടില്ല, കുറച്ചാൾക്കാർ ഇളകണേ ഞാൻ കണ്ടിട്ടുണ്ട്. ബാക്കിയുള്ളവർ ഇളകിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആരെ പറ്റി നമ്മൾ നല്ലത് വിചാരിക്കലാണല്ലോ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ചിലപ്പം കാലിന് എന്തെങ്കിലും പ്രശ്നമുള്ളവരൊക്കെ ഉണ്ടാവും, അപ്പോൾക്ക് ഇളകാൻ പറ്റാറ്റ ഈ കാരം. എന്തായാലും യാനബി ചെല്ലിങ്ങാണ്ട് നടന്നാൽ ഡിസ്കിൻ്റെ കംപ്ലൈൻറ്റ് മാറുമെന്ന് തൽസമാത്തിൻ്റെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. വെറുതെ ഇങ്ങനെ നടക്കുമ്പോൾ എന്ത് ചെയ്യുക, യാനബി അല്ലാലും ഡിസ്കിൻ്റെ കംപ്ലൈൻറ്റ് മാറുമെന്ന്. ദുന്യാവിന് എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ വേഗം ചെയ്തോളല്ലോ എഴുതിയിട്ട് പറഞ്ഞു തന്നെയാണ് ഞാൻ. തൽസമാത്തിലുണ്ട്, അത് ഇല്ലാത്ത പറഞ്ഞൊന്നല്ല. അങ്ങനെയാണ് നമുക്ക്. അങ്ങനെയാണ് ഒരു മോലിയർ. ഇപ്പോൾ ഇവിടെ ഒരു ഓഡിറ്റോറിയം, ഇവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ട്. ആ ഓഡിറ്റോറിയത്തിൽ ഒരു മോലിയർ വയത് പറയാണ്, പിന്നെ നോമ്പും ആരോഗ്യശാസ്ത്രവും ഒരു മോലിയർ. അപ്പുറത്ത് വേറൊരു ഓഡിറ്റോറിയത്തിൽ വേറൊരു മോലിയർ വയത് പറയാണ്, നോമ്പും റയ്യാൻ എന്ന സ്വർഗത്തിൻ്റെ വാതിലും എന്ന് പറയുകയാണെങ്കിൽ നോമ്പും ആരോഗ്യശാസ്ത്രവും കേൾക്കാനേ നമ്മൾ പോവുള്ളൂ. നോമ്പ് റയ്യാൻ വാതിലും കേൾക്കാൻ പോവില്ല. അള്ളാഹ് വയറ് ശരിയാകാൻ വേണ്ടിയിട്ട് നോൻപ് വെൽക്കാൻ പറഞ്ഞിട്ടില്ല. അള്ളാഹു തആല നോൻപ് വെൽക്കാൻ പറഞ്ഞതേ ലഅല്ലക്കും തത്തപ്പൂനാണ്.
സൂറത്തുൽ ബഖറ 185 ആയത്ത്. അല്ലാഹു തആല വയറ് ക്ലിയർ ആവാൻ വേണ്ടി നോൽമ്പ് എടുക്കാൻ പറഞ്ഞിട്ടേ ഇല്ല. അല്ലാഹു തആല നോൽമ്പ് എടുക്കാൻ പറഞ്ഞിട്ടുള്ളത് ലഅല്ലക്കും തത്തഖൂൻ, മുത്തഖീങ്ങളാവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആഖിറത്തിന്റെ കാര്യമൊക്കെ കണ്ട് ദുന്യാവുക്ക് ആയി കിട്ടിയാൽ അൽഹംദുലില്ലാഹ് നല്ല വയതായിരുന്നു കേട്ടോ എന്ന് പറയും. അതങ്ങനെ ശരിയല്ല എന്ന് ഒരാൾ പറഞ്ഞാൽ എന്തു വയതാ പറഞ്ഞതെന്ന് പറയും. നിങ്ങൾക്കൊന്നും തിരിഞ്ഞിട്ടുണ്ടാവില്ല ചിലപ്പോൾ അതന്നെ. അതുകൊണ്ട് എന്നിൽ നിന്ന് ആദരം വയതോ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. ഇപ്പം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വയതുണ്ടല്ലോ, ആയാതി പ്രതീക്ഷിച്ചാൽ മതി. തന്നെ സംഗതി. നിസ്കാരം യോഗയായി കിട്ടായിട്ട് ചിലർക്ക് വലിയ അടങ്ങാറാണ്. യോഗ ക്ലാസ്സിനൊക്കെ ഇപ്പോൾ കുറച്ച് പോകാൻ തുടങ്ങിയപ്പോൾ നല്ല കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ട് എന്ന് ഇന്നാളൊരാൾ പറഞ്ഞു. യോഗൻ്റെ ക്ലാസ്സിനെ കുറച്ച് പോകാൻ തുടങ്ങിയപ്പോൾ നിസ്കാരത്തിന് നല്ല കോൺസെൻട്രേഷൻ ഉണ്ട്. ഈ കോൺസെൻട്രേഷൻ എന്ന വാക്ക് ഏകാഗ്രത എന്ന മലയാള വാക്കിന്റെ ഇംഗ്ലീഷാണ്. ഏകാഗ്രത എന്ന് പറയുന്നത് തപസ് ചെയ്യാനുള്ള പരിശീലനമാണ്. അത് നിസ്കാരത്തിൽ ആവശ്യമുള്ള സാധനമല്ല. ഏകാഗ്രത തപസ്സിന്റെ പരിശീലനമാണ്. ഇസ്ലാം അവതരിപ്പിക്കുന്ന നിസ്കാരം തപസ്സല്ല. അതുകൊണ്ട് ആ പറയുന്ന സാധനം, ആ ഏകാഗ്രതയും ആ കോൺസെൻട്രേഷനും നിസ്കാരത്തിൽ ആവശ്യമുള്ളതല്ല. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞിട്ടുള്ള ഖുശൂ എന്നത് യോഗയിൽ പറഞ്ഞ കോൺസെൻട്രേഷനോ യോഗയിൽ പറഞ്ഞിട്ടുള്ള ഏകാഗ്രതയോ അല്ല. അങ്ങനെ വിചാരിച്ചവർക്ക് തെറ്റുപറ്റിയതാണ്. പഠിക്കണ്ടെന്ന് ഞാനിത് പറയണില്ല, എല്ലാം പഠിക്കൽ ആവശ്യം തന്നെയാണ്. പക്ഷെ അങ്ങനെയൊന്നും വിചാരിക്കരുത്. അതുകൊണ്ട് നിസ്കരിച്ചാൻ പറഞ്ഞത് ശ്വാസം നേരാവാനും അല്ല, നോൽമ്പ് വെൽക്കാൻ പറഞ്ഞത് വയറ് ക്ലിയർ ആവാനും അല്ല. നിസ്കരിക്കാൻ പറഞ്ഞതും മുത്തഖീങ്ങളാവാനാണ്, നോൽമ്പ് വെൽക്കാൻ പറഞ്ഞതും മുത്തഖിയാവാൻ വേണ്ടിയിട്ടാണ്, ഹജ്ജിന് പോകാൻ പറഞ്ഞതും മുത്തഖിയാവാനാണ്, സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞതും മുത്തഖിയാവാനാണ്. അതിലപ്പുറമൊന്നുമില്ല. അത് തന്നെയാണ് പ്രധാനപ്പെട്ടത്. ബാക്കി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഇതന്നെ സംഗതി. അതുകൊണ്ട് അള്ളാഹുവിനെ ഏൽപ്പിക്കാൻ തയ്യാറാകുമ്പോൾ അവൻ ഏറ്റെടുക്കും എന്നതാണ്. അതിന് അള്ളാഹിനെ കുറിച്ചുള്ള നമ്മളെ വിചാരം ക്ലിയർ ആയിരിക്കണം. من رضي بالله ربا وبالإسلام دينا وبمحمد صلى الله عليه وسلم نبيا ورسولا. من رضي بالله ربا, അള്ളാഹുവിനെ റബ്ബായിട്ട് ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ, വബിൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാമിനെ ദീനായിട്ട് ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ, വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യം വറസൂല, മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയും റസൂലുമായി ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ, വജദ ഹലാവത്തൽ ഈമാൻ, അവന് ഈമാന്റെ മാധുര്യം ലഭിക്കുന്നതാണ്. ഈമാൻ നല്ല രസമുള്ള സാധനമാണ്. ഈമാൻ നല്ല രസമുണ്ടാവും. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു അൻഹു തന്റെ സഹീഹുൽ ബുഖാരിയിൽ ബാബു ഹലാവത്തിൽ ഈമാൻ എന്ന് പറയുന്ന ഒരു അധ്യായം പറഞ്ഞിട്ടുണ്ട്. ഈമാന്റെ മധുരത്തെ കുറിച്ച് പറയുന്ന പാഠം. ഈമാൻ നല്ല മധുരമുള്ളതാണ്. അതിന് 3 നിബന്ധനയുണ്ട്. ഒന്ന്, മൻ റളിയ ബില്ലാഹി റബ്ബ, അള്ളാഹുവിനെ റബ്ബായിട്ട് ഇഷ്ടപ്പെടണം. നമുക്കെന്താ തോന്നുക? ഒരു 25,000 ഉറുപ്പ്യ കിട്ടിയെന്ന് വിചാരിക്കുക. പ്രതീക്ഷിക്കാത്ത ഭാഗത്തു കൂടെ ഒരു 25,000 ഉറുപ്പ്യ കിട്ടി. നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എവിടുന്നോ പണ്ടെന്നോ കിട്ടാനുള്ള പൈസ മറന്നു പോയതായിരുന്നു. കിട്ടൂലാന്ന് കരുതി എഴുതി തള്ളിയായിരുന്നു. ഗൾഫിൽ കഫ്റ്റീരിയക്ക് കൊടുത്തു പോകുന്നതായിരുന്നു. കിട്ടൂലാന്നുള്ള ഉറപ്പിച്ച കേസാണ്. അത് കിട്ടി. അപ്പോൾ വലിയ റാഹത്തായി. അപ്പോൾ അങ്ങനെ തീരുമാനിച്ചു, ഈ 25,000 ഉറുപ്പ്യ കൊണ്ട് ഒരു 10,000 ഉറുപ്പ്യ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങി കൊടുക്കാണ്ട് അതിന് കൊടുത്തു തീർക്കണം. ബാക്കി 15,000 ഉറുപ്പ്യ കൊണ്ട് ടൈൽസ് വാങ്ങിയിട്ട് സിറ്റ് ഔട്ടിലൊന്ന് ടൈൽസ് ഇടണം എന്ന് തീരുമാനിച്ചു. അങ്ങനെ എന്നാൽ ആദ്യം ടൈൽസ് നോക്കാം എന്ന് കരുതി. അങ്ങനെ ടൈൽസ് എടുക്കാൻ വേണ്ടി ടൈൽസ് കടയിൽ പോയി. 15,000 ഉറുപ്പ്യൻ്റെ ഒരു സിറ്റ് ഔട്ടത്തെ മാത്രമാണ് മാറ്റാൻ വിചാരിക്കുന്നത്. അപ്പം നല്ല ടൈൽസൊക്കെ നോക്കിങ്ങാണ്ട് തീരുമാനിച്ചു. വലിയ വർത്താനൊക്കെ പറഞ്ഞു, ബില്ലാക്കൂട് റെഡി കാശാണ്, റെഡി പൈസ ആയതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് കുറച്ചുണ്ടോ ആ ടാക്സ് എന്നൊക്കെ പറഞ്ഞുങ്ങാണ്ട് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് ഓനോട് ബില്ലാക്കാൻ പറഞ്ഞു. ഓൻ ബില്ലാക്കി സാധനമൊക്കെ എടുത്ത് ഇങ്ങനെ വണ്ടി കയറ്റുന്നുണ്ട്. ഇപ്പുറത്ത് ഇങ്ങനെ ബില്ലടിക്കുന്നുണ്ട്. ബില്ലടിച്ചിട്ട് ഇങ്ങനെയാണ് കൊടുക്കാൻ വേണ്ടിയിട്ട് കീശയിലേക്ക് ഇങ്ങനെയാണ് കൈയിട്ട് നോക്കുമ്പോൾ അടിയിലൊരു ഓട്ട ടും 25,000 ഡി പോയിട്ടുണ്ട്. അപ്പം പറയും, എന്താപ്പ കാട്ട, പടച്ചോൻ്റെ ഒരു വിധിയല്ലേ. ആ 25,000 രൂപ മിഞ്ഞാന്ന് കിട്ടിയത് ഗോപാലനായരെ വിധിയല്ല, അത് പടച്ചോൻ്റെ വിധി തന്നെയായിരുന്നു. എന്തേലും പറ്റുമ്പോൾ മാത്രമേ പടച്ചോൻ്റെ വിധി. നമുക്ക് നല്ല കാര്യങ്ങൾ ഉണ്ടാകുന്നതും പടച്ചോൻ്റെ വിധിയാന്ന് എന്തേ തോന്നാൻ.
എന്തേലും പറ്റിയപ്പോൾ പഠിച്ചവൻ്റെ വിധിയല്ല എന്താ അപ്പോൾ കാട്ടാം. കല്യാണം കഴിഞ്ഞേക്കിന് ആദ്യം തീരുമാനം എടുത്തു നമുക്ക് 3 കൊല്ലത്തിന് കുട്ടികൾ വേണ്ടട്ടോന്ന്. പക്ഷെ 6 മാസം കഴിഞ്ഞപ്പോൾ അതിനാണ് ഉണ്ടായി. എന്താപ്പോൾ കാട്ടുക, പഠിച്ചവൻ്റെ ഒരു വിധിയല്ലേ. ഇങ്ങനെയാണ് നമ്മളെ വിധികൾ. അള്ളാഹിനോട് ഒരു ഇഷ്ടമില്ല. അള്ളാഹുത്തല ചെയ്യണതൊക്കെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഏറ്റെടുക്കൽ മാത്രമാണ് ചെയ്യുന്നത്. ഓന് ഈമാൻ്റെ രസം ഉണ്ടാവില്ല. ഓന് ഈമാൻ്റെ ഒരു രസം ഉണ്ടാവില്ല. അള്ളാഹിനോട് ഒരാൾക്ക് റബ്ബായിട്ട് എപ്പോൾ ഇഷ്ടം തോന്നുന്നുവോ അപ്പോൾ മാത്രമേ ഈമാൻ്റെ മാധുര്യം ഉണ്ടാവുള്ളൂ. തന്നെ പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത് വബിൽ ഇസ്ലാമി ദീന, ഇസ്ലാമിനെ ദീനായിട്ട് ഇഷ്ടപ്പെട്ടാലാണ് ഈമാൻ്റെ മാധുര്യം ഉണ്ടാവുക. 5 സെന്റ് സ്ഥലമുണ്ട്, തറപ്പണി കഴിഞ്ഞിട്ടുണ്ട്, ജില്ലാ ബാങ്കിൽ നിന്ന് ലോണ് കിട്ടാനുണ്ട്. എന്താപ്പ കാട്ട, നമ്മൾ മുസ്ലിങ്ങളായി പോയില്ലേ. ഈമാൻ്റെ ഒരു രസം ഉണ്ടാവില്ല. കാരണം അവൻ ഇഷ്ടപ്പെട്ട് മുസ്ലിം ആയതല്ല, കഷ്ടപ്പെട്ട് മുസ്ലിം ആയതാണ്. ഇടങ്ങേറായതുകൊണ്ട് ഇതിൽ നിൽക്കുകയാണ്, ഇഷ്ടം ഉണ്ടായതുകൊണ്ട് നിൽക്കല്ല. ഈമാൻ്റെ രസം ഉണ്ടാവില്ല. അതാണ് വബിൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാമിനെ ദീനായിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ രസം ഉണ്ടാവുള്ളൂ. നല്ല മഫ്തൊക്കെ ഇട്ടിട്ട് ചുറ്റിക്കെട്ടിയിട്ട് കോളേജിക്ക് പോണ കുട്ടി ഒരു ദിവസം അടുത്തിരിക്കുന്ന കുട്ടിനോട് പറയാണ്, എൻ്റെ അമ്മയും ബാപ്പിയൊക്കെ വലിയ റിലീജിയസ് ആണ്, ഓല് ഇങ്ങനെ അല്ലാതെ പോരാനയക്കൂല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പോന്നതാണ്. കുടുങ്ങിയിട്ട് മഫ്തിട്ടാൽ ഒരു രസം ഉണ്ടാവില്ല. ഇഷ്ടപ്പെട്ടിട്ടാലേ രസം ഉണ്ടാവുള്ളൂ. ഏത് കാര്യം അങ്ങനെ തന്നെയാണ്. ഇഷ്ടപ്പെട്ടു വയതിന് വന്നതാണെങ്കിലേ രസം ഉണ്ടാവുള്ളൂ. ഇടങ്ങേറായിട്ട് വന്നതാണെങ്കിൽ വയറിൽ ഒരു രസം ഉണ്ടാവില്ല. തന്നെ എല്ലാ കാര്യവും അങ്ങനെയാണ്. അതുകൊണ്ട് ദീനിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈമാൻ്റെ രസം ഉണ്ടാവും. വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യം വറസൂല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയും റസൂലുമായി ഇഷ്ടപ്പെട്ടാലേ ഈമാൻ്റെ രസം ഉണ്ടാവുള്ളൂ. അംഗീകരിച്ചാൽ പോരാ. അംഗീകരിക്കലും ഇഷ്ടപ്പെടലും രണ്ടാണ്. മുഹമ്മദ് നബിയെ അംഗീകരിച്ചാൽ പോരാ, മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടപ്പെടണം. അപ്പോഴേ ഈമാൻ്റെ രസം കിട്ടുള്ളൂ. ഇഷ്ടപ്പെട്ടവർക്കൊക്കെ ഈമാൻ്റെ രസം ഉണ്ടായിട്ടുണ്ട്. ഈ ഉമ്മത്തിലെ ഏറ്റവും ഈമാനുള്ള മനുഷ്യൻ സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആകുന്നു. ഈ ഉമ്മത്തിലെ ഏറ്റവും ഈമാനുള്ള മനുഷ്യൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അതുകൊണ്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനുണ്ടായ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? മുഹമ്മദ് നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അടങ്ങാത്ത ഇഷ്ടമാണ്. അതന്നെ ഈമാൻ്റെ അടിസ്ഥാനം. ലഅനത്തുല്ലാഹി അലൈഹി, ഇബ്ലീസ് കരഞ്ഞത് 3 സമയത്താണ് ഞാൻ പറഞ്ഞു. ഒന്ന് ഹീന ഉബിത്ത, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ഒഴിച്ചു. വലിയ വർത്താനൊക്കെ പറഞ്ഞാണ്ട് അവിടെ ഇങ്ങനെ കൂടിയതായിരുന്നു. ആദം നബി അലൈഹി ഇസ്ലാമിനെ ഷേപ്പാക്കിങ്ങാണ്ട് സ്വർഗത്തിൽ ഇങ്ങനെ വലിയ ആളായിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. പക്ഷെ പൊട വറുത്ത് നന്നപ്പോൾ ഒഴിച്ചു. ഹീന ഹുബിത്ത, സ്വർഗത്തിൽ നിന്ന് താഴേക്ക് എറിഞ്ഞപ്പോൾ അവൻ കരഞ്ഞു. രണ്ടാമത് കരഞ്ഞത് ഹീന ഉലിദ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസവിക്കപ്പെട്ട സമയത്തിൽ ലഅനത്തുല്ലാഹി അലൈഹി കരഞ്ഞു. നബി തങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച സുബ്ഹിയോടടുത്ത സമയത്ത് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചപ്പോൾ അവൻ കരഞ്ഞിട്ടുണ്ടെന്നാണ്. മൂന്നാമത് ലഅനത്തുല്ലാഹി അലൈഹി ഇബ്ലീസ് കരഞ്ഞത് ഹീന നുസില, സൂറത്തുൽ ഫാത്തിഹ ഇറങ്ങിയപ്പോഴാണ്. എന്തേ കാരണം? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതാ കാരണം. നമ്മൾ എന്തുണ്ടായാലും പറയല്ലോ അൽഹംദുലില്ലാഹ്, എല്ലാ സ്തുതിയും അള്ളാഹുവിനാണെന്ന്. അതാ ചങ്ങായിക്ക് തീരെ കണ്ടൂടാ ആ വർത്താനം. അതുപോലെ തീരെ പറ്റൂല എന്നുള്ളത് തന്നെയാണ് പ്രശ്നം. അതുകൊണ്ട് ഹംദ് കൽബിലുറച്ചവനെ തവക്കുലുണ്ടാവുള്ളൂ. ഹംദ് കൽബിലുറച്ചാലേ തവക്കുലുണ്ടാവുള്ളൂ, അല്ലാതെ ഒരിക്കലും ഉണ്ടാവില്ല. ഏത് നന്മയുടെ പിന്നിലും അത് പറയാൻ വേണ്ടി നിർദ്ദേശിച്ചു. ഇത് തവക്കുലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്റാണ് അൽഹംദുലില്ലാഹ് എന്ന ദിക്ർ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അല്ലാഹുവിനാകുന്നു എല്ലാ സ്തുതികളും. എല്ലാ സ്തുതികളും അല്ലാഹുവിന് അർപ്പിക്കണമെങ്കിൽ എല്ലാ നിഅമത്തും അവനിൽ നിന്നാണ് എന്ന വിശ്വാസം ഉണ്ടായിരിക്കണം. അതന്നെയാണ് ഒരു മനുഷ്യന്റെ വിജയവും. ആ വിശ്വാസമാണ്. അപ്പോഴേ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് വിജയം എന്ന് പറയുന്നത്. ഇത് സ്വാലിഹീങ്ങളായ ആൾക്കാരൊക്കെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അവർക്ക് വലിയ തവക്കുലായിരുന്നു. ആ തവക്കുൽ കൊണ്ട് അവർ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. സഹാബത്ത് ഉൾപ്പെടെ, താബിയങ്ങളുൾപ്പെടെ, തബഉ താബിയങ്ങൾ ഉൾപ്പെടെ ലോകത്ത് കഴിഞ്ഞു പോയ എല്ലാ സജ്ജനങ്ങളായ ആളുകളെയും പരിശോധിച്ചാൽ അവരൊക്കെ തവക്കുലിൻ്റെ
അള്ളാഹുവിനെ ഭരമേൽപ്പിക്കുന്നതിൻ്റെ വലിയ മാതൃകകളായിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കണം. ശരിക്കും റജബ് മാസം ബറക്കത്തിന് ദ്വാരക്കാൻ പറഞ്ഞ മാസമാണ്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റജബ് മാസമായാൽ ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യുകയും റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കുകയും ചെയ്യണമേ. റജബിലെ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ തിരിയലാണ് എന്നാണ്. ഷഅബാന്റെ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലാക്കലും റമളാനിലെ ബറക്കത്ത് ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലാക്കലുമാണ്. റജബിന്റെ ബറക്കത്ത് അള്ളാഹിനെ മനസ്സിലാക്കലാണ്. റജബിലെ എല്ലാ ചിന്തകളും എല്ലാ പ്രഭാഷണങ്ങളും എല്ലാ വയലുകളും അള്ളാഹുവിനെ കുറിച്ചായിരിക്കണം. അള്ളാഹിനെ അറിഞ്ഞാൽ അവനെ ഇഷ്ടപ്പെടാൻ കഴിയും. അള്ളാഹുവിനെ അറിഞ്ഞാൽ അവനെ ഏൽപ്പിക്കാൻ കഴിയും. നിങ്ങൾ എന്നോട് ദ്വാരന്നോളി, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാമെന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുള്ളത് തരാൻ വേണ്ടി പറഞ്ഞു തന്നെയാണ്, അല്ലാതെ പറ്റിക്കാൻ പറഞ്ഞതല്ല. തരാനുള്ളോൻ പറഞ്ഞതാണ്, പറഞ്ഞാൽ തരുന്നോൻ പറഞ്ഞതാണ്. നിങ്ങൾ എന്നോട് ദ്വാരക്ക് ഞങ്ങൾക്ക് ഉത്തരം തരാം. പക്ഷേ നമുക്ക് പലപ്പോഴും ദുആകൾ എന്ന് പറയുന്നത് ചുരുങ്ങി പോകുന്നു. ദ്വാരക്കാൻ വേണ്ടി എന്തെങ്കിലും കൊടുക്കും, പക്ഷെ നമ്മൾ ദ്വാരക്കൂല. ദ്വാരക്കാൻ സംഭാവന തന്ന പല ആൾക്കാരും ഇവിടെ ഉണ്ടാവില്ല. അസുഖമുള്ള ആൾക്കാരെ പറ്റിയിട്ടല്ല ഞാൻ ഈ പറയണ കേട്ടോ. ദ്വാരക്കാൻ നമ്മൾ കൊടുക്കാൻ തയ്യാറാണ്, ദ്വാരക്കാൻ തയ്യാറില്ല. കൊടുക്കൽ വേണം, അതിലേറെ ദ്വാരക്കും വേണം. പ്രത്യേകിച്ച് മക്കൾക്ക് വേണ്ടി മാതാപിതാക്കളുടെ ദ്വാ നല്ലോണം ഉണ്ടാവണം. ഇമ്മാൻ്റെയും മാപ്പാൻ്റെയും ദ്വാൻ്റെ അത്രേ മക്കൾക്ക് ഗുണമുള്ള വേറൊരു ദ്വയില്ല എന്നാണ്. മഹാനായ സയ്യിദുനാ മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹു ജന്മനാ കണ്ണ് കാണാത്തയാളായിരുന്നു. ഉമ്മ തോരുന്നതാണ്. ഉമ്മ തോർന്നിട്ട് കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടിയിട്ട് 4000 ഉസ്താദുമാരെ നേരിൽ കണ്ട് ഇൽമു പഠിച്ചിട്ടുണ്ട് സയ്യിദുനാ മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി. നമ്മൾ തമ്മ് തെറ്റിയാൽ 4 വർത്താനൊക്കെ പറഞ്ഞതിൻ്റെ ശേഷം അവസാനം ചോദിക്കും ബുഖാരിയിലുണ്ടോന്ന്. 2 വർത്താനൊക്കെ പറഞ്ഞു നോക്കും, പിന്നെ അവസാനം എന്ത് ചോദിക്കും? ബുഖാരിയിലുണ്ടോന്ന് ചോദിക്കും. ആ ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹു ഉമ്മാന്റെ ദുആയാണ്. 4000 ഉസ്താദുമാരെ നമുക്ക് മര്യാദക്ക് 4 ഉസ്താദുമാരില്ല. അതിൽ തന്നെ 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ച മമ്മൂട്ടി അല്ലാക്കാനെ ഓർമ്മയില്ല. നാളെ ഒരാട് ചോദിച്ചു, അന്നെ 1 പഠിപ്പിച്ചത് ആരെയെന്ന് ചോദിച്ചു. അതിൽ ഓൻ പറഞ്ഞു അതൊരു താടിയുള്ള ഉസ്താദായിരുന്നു പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു കൊറ്റനാടറ്റാണോ ചോദിച്ചു. അവനെൻ്റെ ഉസ്താദന്മാരെ ഓർമ്മയില്ലേ, പിന്നെ അവനോട് എന്താ ചോദിക്കാതല്ലാതെ വേറെ എന്താ ചോദിക്കാൻ പറ്റിയ വർത്താനുള്ളത്? ഉസ്താദന്മാരെ ഓർക്കാത്തവന് എന്തിനാ പറ്റിയാന്ന്. അതുകൊണ്ട് ആർക്കെങ്കിലും ഓർമ്മയില്ലെങ്കിൽ ഇന്നെ അമ്മാട് ചോദിക്കണം, അമ്മ ഇന്നെ 1ാം ക്ലാസ്സിൽ ആരെ പഠിപ്പിച്ചതെന്ന്, 2ൽ ആരെ പഠിപ്പിച്ചതെന്ന്. 1 കിലോ ആപ്പിൾ വാങ്ങിയാണ്ട് തെരഞ്ഞു പോണ ആളെ, എന്നിട്ട് ആ ആപ്പിൾ കൊടുത്തുങ്ങാണ്ട് ദ്വാരക്കാൻ പറഞ്ഞിട്ട് ദ്വാരപ്പിച്ച് പോരുമ്പോൾ ഒരു 500 തൊട്ട് വേറെ കീശയിലിട്ട് കൊടുക്കും വേണം. ഗുരുനാഥന്മാരെ ഓർമ്മയില്ലാത്തവൻ എന്തിനാ പറ്റുക? വേറെ ഒന്നിനും പറ്റൂലല്ലോ. അതന്നെ 4000 ഉസ്താദന്മാരാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു വെറുതല്ല ബുഖാരിയിലുണ്ടോയെന്ന് ചോദിക്കണതിൻ്റെ കാരണം. സയ്യിദുനാ മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയുടെ രചന നിർവഹിച്ചു. സഹീഹുൽ ബുഖാരി ഉണ്ടാക്കിയ ശേഷം അതിൻ്റെ പ്രകാശനം തീരുമാനിച്ചത് മദീനയിലാണ്. മദീനയിൽ ചെന്ന് റൗള ഷരീഫിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുക. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റൗള ഷരീഫിൽ നിന്ന് വിളിക്കുമ്പോൾ സഹീഹുൽ ബുഖാരി നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് റൗളയിലേക്ക് കയറാനായിരുന്നു തീരുമാനം. മഹാനായ സയ്യിദുനാ മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയും കയ്യിൽ പിടിച്ച് റൗള ഷരീഫിൻ്റെ പുറത്ത് പോയി നിന്നു. പക്ഷേ നബി തങ്ങൾ വിളിച്ചില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. വിളിച്ചിട്ടേ പോകുള്ളൂ എന്ന് തീരുമാനിച്ചിട്ട് അവിടെ നിന്നു. അവസാനം ദിവസങ്ങളോളം കാത്തു നിന്നു. ഒരു ദിവസം ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ വന്നു. എന്നിട്ട് മഹാനവറുകളെ വിളിച്ചപ്പോ സഹീഹുൽ ബുഖാരി നെഞ്ചോട് ചേർത്ത് പിടിച്ച് റൗള ഷരീഫിലേക്ക് കയറി. അന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയുമായി കാത്തു നിന്ന സ്ഥലത്ത് പിന്നീട് സൗദി ഗവൺമെന്റ് ഒരു പള്ളി ഉണ്ടാക്കി. അതാണ് മദീനയിലെ മസ്ജിദുൽ ബുഖാരി എന്ന് പറയുന്ന പള്ളി. എന്തേ കാരണം? കാരണം തന്നെയാണ് മഹാനവറുകൾക്ക് തൻ്റെ ഉസ്താദിന് ഓർമ്മ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്.
അപ്പം നിഅമത്തുകളെ നമ്മളെപ്പോഴും ഓർക്കണം. അപ്പോഴാണ് അള്ളാഹുവെങ്കിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റജബിനെ കുറിച്ചാണ്. അള്ളാഹിനെ പറ്റി പറയേണ്ട മാസമാണ് റജബ് മാസം. അള്ളാഹുവിനെ ഓർക്കണം, അള്ളാഹിനെ ഓർക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോടൊരു കാര്യം പറ്റിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. നമ്മളൊരാളുടെ ഒരു 5000 റുപ്യ ചോദിച്ചു എന്ന് വിചാരിക്കാം. ഒരു 5000 റുപ്യ തരുമായിരുന്നു. മൈക്കാക്കാരനോട് ചോദിച്ചു ഒരു 5000 റുപ്യ തരുമോ? അപ്പോൾ മൂപ്പര് ചോദിക്കും എന്തിനാപ്പോൾ ഒരു 5000 റുപ്യ എന്ന് ചോദിക്കും. അപ്പം ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു, ഒന്നിനല്ല വെറുതെ ഒരു ധൈര്യത്തിന് കീശയിൽ ഇങ്ങനെ വെച്ചാണ് നടക്കാനാണ് പറഞ്ഞാലേ മൂപ്പര് പറയും നിങ്ങളെ 2 കാലമ്പോൾ നടന്നോളി, അതിന് പറ്റി 5000 ഇവിടെ ഇല്ല അറിയും. എന്നാലും അള്ളാഹിനോട് ചോദിച്ചു നോക്കുകയാണെങ്കിൽ പഠിച്ചോനെ എനിക്ക് വെറുതെ കീശയിൽ വെക്കാൻ ഒരു 5000 റുപ്യ തരുമോ എന്ന് ചോദിച്ചാൽ അപ്പം തരും. അതാണ് അള്ളാഹിൻ്റെ പ്രത്യേകത. വേറെ ആർക്കും അള്ളാഹിൻ്റെ അത്ര ചെയ്യാൻ കഴിയില്ല. ഒരു 5000 റുപ്യ ചോദിച്ചു, അത് തന്നു, അത് വാങ്ങിങ്ങാണ്ട് ഒരു കീശയിൽ വെച്ചുകൊണ്ട് അപ്പം തന്നെ ഒരു 5000 ചോദിച്ചു എന്ന് വിചാരിച്ചോളി. ഒരു മനുഷ്യനും രണ്ടാമത്തെ 5000 തരൂല. പക്ഷെ അള്ളാഹു തരും. കുട്ടിയെ അനക്ക് ഇന്നോടല്ലാതെ ആരോടാ ചോദിക്കാനുള്ളത് എന്നെടുത്തു പറയും. അതാണ് അള്ളാഹുവിൻ്റെ പ്രത്യേകത. അങ്ങനെ അള്ളാഹു തആലക്ക് മാത്രമേ കഴിയുള്ളൂ, ആർക്കും കഴിയില്ല. പിന്നെ എന്തേ കിട്ടാത്തത്? കിട്ടുമെന്ന് നമുക്ക് തോന്നിയില്ല, അതാ കാരണം, വേറൊന്നുമില്ല. കിട്ടുമെന്ന് നമുക്കാണ് തോന്നിയിട്ടില്ല, അതന്നെ കാരണം. കിട്ടുന്നാണ് തോന്നുമ്പോഴല്ലേ കിട്ടുള്ളൂ. ഇങ്ങോട്ട് ഇരിഞ്ഞാണ്ട് ഒരു 5000 തരുമോ? ഞാൻ ആരാ തരിക? കിട്ടിയേ കിട്ടി, പോയാൽ പോയി. വെറുതെ ചോദിച്ചു നോക്കാം ഒരു 5000 തരുമോ? ആരും തരില്ല. കിട്ടുമെന്ന് കരുതിയാണ് ചോദിച്ചു നോക്കുകയാണെങ്കിൽ കിട്ടും തന്നെ. അതുകൊണ്ട് ദ്വാകളിൽ വരെ ഈ പിഷ്കത്തരം പറ്റിയിട്ടുണ്ട് നമുക്ക്. നമ്മൾ ഇനി ദ്വാരക്കാണെങ്കിൽ തന്നെ എന്തേ ദ്വാരക്കുള്ളൂ വെച്ചാൽ നേരെ കുരുത്തം കെട്ട ദ്വാരക്ക. പടച്ചോനെ റോഡിൽ ചതച്ചരച്ച് മരിപ്പിക്കല്ലേ അള്ളാ, അതൊക്കെയാണ് ദ്വാ. അള്ളാന്റെ പണി ഈ റോട്ടുമട്ട അരക്കലാണല്ലോ, പറഞ്ഞിട്ടാ തോന്നും. അങ്ങനെയാണ്. അങ്ങനെയൊന്നും ദ്വാരക്കാൻ പാടില്ല, നല്ല അതബിൽ ദ്വാരക്കണം. എന്താ ദ്വാ? അള്ളാഹുവേ റോഡിൽ ചതഞ്ഞരഞ്ഞ് മരിക്കുന്നതിനെ തൊട്ട് കാക്കണേ അള്ളാ. അങ്ങനെ ദ്വാരക്കണ്ടേ. അതവില്ലാത്ത ദ്വാ ഒരിക്കലും ദ്വാരക്കരുത്. മലയാളം ദ്വായിലാണ് ഏറ്റവും അതബുകേട് ഉണ്ടാവുക. അതുകൊണ്ട് ദ്വാ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ദ്വാരുന്ന ദ്വായായിരിക്കണം. മലയാളത്തിലാണെങ്കിൽ നല്ലോണം ശ്രദ്ധിച്ച് ദ്വാരക്കണം. നമുക്ക് 1 മണിക്കൂർ ദ്വാരുന്നാലും നല്ല ഉഷാറ് ദ്വായിരുന്നു എന്നറിയും. അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. അള്ളാഹു തആലക്ക് ചുരുക്കി പറഞ്ഞാലും മനസ്സിലാവും, പടച്ചോന് ചുരുക്കി പറഞ്ഞാൽ മനസ്സിലാവും. അള്ളാഹിനോടാണ് ചോദിക്കണത് എന്നുള്ള വിചാരത്തിൽ ചോദിക്കണം. നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുമ്പോൾ ഫിർദൗസ് തന്നെ ചോദിക്കണേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിനോട് നിങ്ങൾ സ്വർഗം ചോദിക്കുമ്പോൾ ഫിർദൗസ് ചോദിക്കണം എന്നാണ്. അതായത് പടച്ചോനെ എന്നെ എങ്ങനെങ്കിലും ഇങ്ങനെ തട്ടിമുട്ടി സ്വർഗത്തേക്ക് ഇങ്ങനെ കടത്തിങ്ങാണ്ട് ഒരു വാതിലിൻ്റെ മുക്കിൽ ഇങ്ങനെ ആക്കി തരണേന്നൊന്നും പറയാൻ പറ്റില്ല. അത് വെള്ളിയാഴ്ച ജുമയ്ക്ക് എല്ലുമ്പോഴാണ്. ഇതൊക്കെ സ്വർഗത്തിൽ വാതിലിൻ്റെ മൂല. വെള്ളിയാഴ്ച ജുമയ്ക്ക് എന്നാൽ വയതൊക്കെ വന്ന മാതിരിക്കാരം മുന്നിലേക്ക് നമ്മൾ വരൂലല്ലോ. ആ വാതിലിൻ്റെ മുക്കിൽ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കുക. കാരണം തോനെ കൂലിട്ടുന്ന സ്ഥലമൊന്നും നമുക്ക് വേണ്ട. അവല് സഫിൽ നിന്നാൽ കുറച്ച് തോനെ കിട്ടുമല്ലോ, അപ്പോൾ വേണ്ട വെച്ചു നമ്മൾ. ഇങ്ങനെ ഒരു കാര്യം ചെയ്യൂല. തല മറച്ചാൽ 70 ജുമേൻ്റെ കൂലിട്ടും വെള്ളിയാഴ്ച തല മറച്ചാൽ 70 ജുമേൻ്റെ കൂലിട്ടും. തൊപ്പി കൊണ്ടോണ്ട പള്ളിക്കത്ത് ഹൗദം കരക്കന്ന് കയറിനോടത്ത് തൂണിൻ്റെ ചോട്ടിൽ പ്ലാസ്റ്റിക്കിൻ്റെ കൊട്ടയിലുണ്ട്. അതിനെടുത്തുങ്ങാണ്ട് തലയെ കൗത്തിയാൽ മതി. ഒരു ജുമയ്ക്ക് 70 ജുമേൻ്റെ കൂലിട്ടും. കൗത്തൂലാച്ച എന്താ ചെയ്യാ? തന്നെ സംഗതി നമ്മളൊരിക്കലും ചെയ്യൂല. സാധാരണ നിസ്കാരം തലമറച്ച് നിസ്കരിച്ചാൽ 25 നിസ്കാരത്തിന്റെ കൂലി അധികം കിട്ടും. ഞാൻ പറഞ്ഞതല്ലല്ലോ, അഷ്റഫുൽ വറ ത്വാഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്കതൊക്കെ ഓർമ്മ വരണ്ടേ. അതുകൊണ്ട് ദ്വാരക്കണയിൽ ഒരു പിഷ്കത്തുണ്ടായത്, പക്ഷെ അതവ് പാലിക്കണം. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ദ്വാരക്കണം. സ്വകാര്യതയിൽ എന്ത് ചെറിയ വിഷയമാണെങ്കിലും കറിയിൽ രേശപ്പേറിയെന്ന് വിചാരിക്കാം, എന്നാൽ വളരെ സ്വകാര്യമായ ദ്വാരക്ക. പഠിച്ചോനെ എന്തെല്ലാം പരീക്ഷണങ്ങളാണ് നീ എനിക്ക് വെച്ചിട്ടുള്ളത് എന്നറിയില്ല, എനിക്ക് ബേജാറാകണ്ട അല്ലാ. ഇനി ഉപ്പേറിയ കറി നീ എനിക്ക് തരരുതേ പഠിച്ചോനെ എന്ന്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് സ്വകാര്യതയിൽ ഒരാൾ ദുആ ചെയ്യാൻ ആരംഭിച്ചാൽ ജീവിതം മാറും. നമ്മൾക്ക് ചെറുതൊക്കെ നമ്മൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം, വലുതിന് മാത്രം അല്ലാഹു തആല എന്നുള്ളതാണ് നമ്മളുള്ളത്. അതാണ് പ്രശ്നം. അതുകൊണ്ട് എല്ലാ ചെറുതും വലുതുമായ കാര്യങ്ങൾക്ക് അല്ലാഹു തന്നെ വേണം. 10,000 റക്അത്ത് മസ്ജിദുൽ ഹറാമിൽ നിന്ന് നിസ്കരിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങുമ്പോൾ ചെല്ലാൻ വേണ്ടി അവിടെ ഒരു ബോർഡും ഒരു ദിക്ർ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിക, അല്ലാഹുവേ നിന്റെ ഔദാര്യം എനിക്ക് നീ നൽകണമേ. 20,000 റക്അത്ത് മസ്ജിദുൻ നബവിയിൽ നിന്ന് നിസ്കരിച്ചിട്ട് ഓൻ പുറത്തേക്ക് വരുമ്പോൾ പറയാനുള്ള ദിക്ർ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിക, അല്ലാഹുവേ നിന്റെ ഔദാര്യത്തെ എനിക്ക് നീ നൽകണമേ എന്ന് തന്നെയാണ്. നമ്മളെന്ത് ചെയ്തു എന്നല്ല, അള്ളാഹുവിൽ നമുക്ക് എന്താണ് പ്രതീക്ഷയുള്ളത് എന്നാണ്.
ഞാൻ കെലിമ ചൊല്ലിയിട്ടേ മരിക്കുള്ളൂ എന്ന് ഒരാളാണ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഓൻ കെലിമ ചൊല്ലിയിട്ട് തന്നെ മരിക്കുള്ളൂ. ഞാൻ സ്വർഗത്തിൽ പോയിട്ട് തന്നെ അടങ്ങുള്ളൂ എന്ന് ഒരാൾ തീരുമാനിച്ചാൽ ഓൻ സ്വർഗത്തിൽ പോയിരിക്കും. ഇതന്നെ സംഗതി. അപ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള നമ്മുടെ വിചാരങ്ങളെ ശരിയാക്കി എടുക്കേണ്ട മാസമാണ് റജബ് മാസം. അതാണ് റജബിലെ ബർക്കത്ത്, അതാണ് റജബിൻ്റെ ബർക്കത്ത് എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ ശരിയായി വരുമ്പോഴാണ് തവക്കുലും ഹംദുമെല്ലാം നമ്മുടെ കൽബിലുണ്ട് ഉറക്കുള്ളൂ. അതുകൊണ്ട് ഉറക്കണം. ഇത് ഉറച്ച എല്ലാ ആൾക്കാരും വിജയിച്ചിട്ടുണ്ട്. നമ്മൾ രണ്ടാൾക്കാർ, 2 വയസ്സായ ആൾക്കാർ, 80 വയസ്സുള്ള അല്ലെങ്കിൽ 75 വയസ്സുള്ള 2 ആൾക്കാർ അസർ നിസ്കാരം കഴിഞ്ഞിട്ട് സുലൈമാക്കാൻ്റെ പീടിക്ക് ചായ കുടിക്കാൻ വേണ്ടി പോയി. ഇതൊക്കെ സാങ്കല്പിക കേട്ടോ. ഇനി ഇവിടെ വല്ല സുലൈമാക്കി ഉണ്ടെങ്കിൽ എൻ്റെ വണ്ടിയുടെ കാറ്റ് വീശാനൊന്നും നിൽക്കണ്ട. അല്ല, ഇതൊക്കെ പേരുകളൊക്കെ ഒരു സാങ്കല്പികമാണ്. തൊള്ളയിൽ വരുന്ന പേരാണ്ട് പറയാന്നുള്ളതാണ്. അസർ നിസ്കാരം കഴിഞ്ഞിട്ട് സുലൈമാക്കാൻ്റെ പീടിക്ക് ചായ കുടിക്കാൻ വേണ്ടി പോയി. അങ്ങനെ അവിടെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ പിന്നെ ചായയും നെയ്യപ്പൊക്കെ ഓർഡർ ചെയ്തിട്ട് അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മളിങ്ങനെ കുറേ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് കുറേ വിഷയങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെ 2 വയസ്സന്മാരിങ്ങനെ നെയ്യപ്പം ഇങ്ങനെ തിന്നതിൻ്റെ ഇടയിൽ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തമ്മിലും തെറ്റി. അങ്ങനെ രാഷ്ട്രീയം പറഞ്ഞാൽ പിന്നെ വേഗം തെറ്റും. തമ്മ് തെറ്റിന്നല്ല, വർത്താനായി വാക്കേറ്റമായി ശകാരമായി അടിയുടെ വക്കത്തെത്തി. അപ്പോൾ ഒരു വയസ്സൻ അതിന് പുറത്തേക്കൊണ്ട് ഇറങ്ങിയിട്ട് മറ്റാളോട് പറഞ്ഞു, എടാ ഇമ്മാൻ്റെ മുല ഒടിച്ച ആൺകുട്ടിയാണെങ്കിൽ റോട്ടുമ്മക്കണ്ട് ഇറങ്ങിയിട്ട് പറയേന്ന് പറഞ്ഞു. 75-ാമത്തെ വയസ്സിൽ തല്ലൂടാനേ 74-ാമത്തെ വയസ്സിൽ ഇമ്മാൻ്റെ മുല ഒടിച്ചതിൻ്റെ വർത്താനല്ല ഈ പറയണത്. 2 വയസ്സ് തികണേൻ്റെ മുമ്പ് മുല ഒടിച്ചതിൻ്റെ ഗുണം ഉണ്ടെങ്കിൽ ഇറങ്ങടാന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. 2 വയസ്സ് തികയുന്നതിന് മുമ്പ് മുല ഒടിച്ചതിൻ്റെ ഗുണം 100-ാമത്തെ വയസ്സിലും നീണ്ടു നിൽക്കുന്നതിൻ്റെ കാരണം കുട്ടി ഉമ്മാൻ്റെ മുല കുടിക്കുമ്പോൾ കുട്ടിയുടെ കൽബിൽ അൽഹംദുലില്ലാ എന്നതല്ലാതെ മറ്റൊന്നും ഉണ്ടാവൂല എന്ന് ഗൗസുൽ ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കഴിച്ചോടത്തോളമുള്ള ഭക്ഷണം മുഴുവൻ നമുക്ക് എതിരാകുന്നതിൻ്റെ കാരണം എന്തേ? ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാട്ടുകാരെ കുറ്റം മുഴുവൻ പറഞ്ഞാലും അള്ളാഹിനെ പറ്റി ഒരു ഹർഫ് പറയില്ല എന്നുള്ളതാണ് കഴിച്ച ഭക്ഷണം എതിരായതിൻ്റെ കാരണം. വേറൊന്നുമല്ല. ഭക്ഷണം കഴിക്കുമ്പോൾ അള്ളാഹിനെ പറ്റി മാത്രം പറഞ്ഞു നോക്കി. ഭക്ഷണം കഴിക്കുമ്പോൾ വർത്താനം പറയാൻ പാടില്ല എന്ന നിയമമല്ല. ഭക്ഷണം കഴിക്കുമ്പോൾ വർത്താനം പറയാൻ പാടില്ല എന്നില്ല, ഇല്ലാത്ത നമ്മൾ പറഞ്ഞുണ്ടാക്കരുത്, അങ്ങനെ ഒരു നിയമമല്ല. പിന്നെ എന്തേ ഉള്ളൂ? നല്ലതേ പറയാൻ പാടുള്ളൂ എന്നതാണ് നിയമം. നല്ലത് തന്നെ 2 കാര്യമേ പറയാൻ പറ്റുള്ളൂ. ഒന്ന്, ഭക്ഷണദാതാവായ അല്ലാഹുവിനെ കുറിച്ച് പറയണം, അല്ലെങ്കിലോ ഭക്ഷണത്തിൻ്റെ മധുകൾ പറയണം. ഈ നല്ല രസമുള്ള ഭക്ഷണം കേട്ടോ, നല്ല രുചിയുണ്ട് കേട്ടോ, ഇങ്ങനെ ഭക്ഷണത്തിൻ്റെ മധു പറയണം. അല്ലെങ്കിലോ ഭക്ഷണം തന്ന അള്ളാഹുവിൻ്റെ മധു ആണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയേണ്ടത്. നമ്മൾ നാട്ടേറെ ഇറച്ചി മൊത്തം തിന്നാലും ഭക്ഷണം കഴിക്കുമ്പോൾ അള്ളാഹിനെ പറ്റി ഒരു ഹർഫും പറയില്ല എന്നുള്ളതാണ് കഴിക്കുന്ന ഭക്ഷണം എതിരാകുന്നതിൻ്റെ കാരണം. കുട്ടി ഉമ്മാൻ്റെ മുല കുടിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ കൽബിൽ അൽഹംദുലില്ലാഹ് എന്ന അവസ്ഥയല്ലാതെ മറ്റൊരു അവസ്ഥയും ഉണ്ടായിരിക്കില്ല എന്നതാണ് കഴിച്ച ഭക്ഷണം മുഴുവൻ അവന് അനുകൂലമായി തീർന്നതിൻ്റെ കാരണമെന്ന് ഗൗസുൽ ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി 25 ആണ്ടോളം ചുറ്റി നടന്നോവർ ഇരിയന്നായേകൽ കേട്ടാരേ ഇരുന്നോവർ 40 ആണ്ടോളം വയത് പറഞ്ഞോവർ നന്നായി 90 കൊല്ലം ഇരുന്നോവർ. മഹാനായ ഗൗസുൽ ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകൾ പറഞ്ഞു. അതുകൊണ്ട് എല്ലാവരും നല്ലോണം ശ്രദ്ധിക്കുക. അള്ളാഹുവിൽ ഏൽപ്പിക്കാൻ തയ്യാറുണ്ടെങ്കിൽ അവൻ ഏറ്റെടുക്കും. ഒരിക്കലും എന്ത് ഇന്നലെ പറയാഞ്ഞു എന്ന് ചോദിക്കൂല എന്നാണ്. അത് അള്ളാഹിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ഒരാള് കള്ളുടിച്ചു. കള്ള് കുടിച്ചിട്ട് ഓൻ്റെ വാപ്പ അവനോട് 1-2 വട്ടമൊക്കെ പറഞ്ഞു ഇജ്ജ് കുടിക്കരുത് പറഞ്ഞു. ഓൻ പിന്നെയും കുടിച്ചു. അവസാനം വാപ്പ പറഞ്ഞു, ഇനി എൻ്റെ പേരൻ്റെ ഗേറ്റിൽ കടന്ന എൻ്റെ കാല് ഞാൻ കൊത്തിമുറിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഓന് വാപ്പ കാണുന്ന രൂപത്തിൽ വരില്ല, എന്നാലും ഉമ്മ ആരും കാണാതെ ചോറ് കൊടുക്കും. അങ്ങനെയാണ് ഉമ്മാര്. അവസാനം ഉമ്മയും ഓനെ കൊണ്ടാണ്ട് അടങ്ങാറായി കള്ളുടിച്ചിട്ട്. ഇമ്മയും പറഞ്ഞു അവസാനം, ഉമ്മാൻ്റെ കുട്ടി ഇനി ഈ പെരേക്ക് വരരുത് ഇട്ടോ പറഞ്ഞു. പെരയൊന്നും പുറത്തായി.
നാട്ടിരുന്ന് അടിയും കിട്ടി കള്ളുടിച്ചിട്ട്, റോഡ് സൈഡിലായി, ആർക്കും വേണ്ടാതെയായി. അങ്ങനത്തെ മനുഷ്യനെ അള്ളാഹു വിളിക്കുന്ന ഒരു വിളി പരിശുദ്ധ ഖുർആനിലുണ്ട്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്. ഖുൽ നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കണം, യാ ഇബാദി എൻ്റെ അടിമയെ, അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം സ്വന്തം ശരീരത്തിൻ്റെ മേൽ അതിക്രമം ചെയ്തുകൊണ്ട് നടക്കുന്ന എൻ്റെ അടിമയെ, ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ് അള്ളാഹുവിൻ്റെ വാത്സല്യത്തെ തൊട്ട് നീ ആശ മുറിയരുത്. ആര് അന്നെ ഒഴിവാക്കിയാലും ഞാൻ ഒഴിവാക്കൂലട്ടോ, എൻ്റെ റബ്ബേന്ന് വിളിക്കാൻ തയ്യാറായാൽ മതി. പടച്ചോൻ എൻ്റെ അടുത്തൊരു അബദ്ധം പറ്റി, ഇജിനിക്ക് പൊരുത്തപ്പെട്ടു എന്ന് ചോദിച്ചാൽ എന്തേ ഇന്നലെ പറയാൻ ചെയ്യുന്ന അള്ളാഹു ചോദിക്കൂല. വേറെ ഏത് മനുഷ്യനോട് പറഞ്ഞാലും രാവിലെ പറഞ്ഞിക്കാണെങ്കിൽ പല വൈദ്യം ഉണ്ടായിരുന്നല്ലോ എന്ന് പറയും. പക്ഷെ അള്ളാഹു ഒരിക്കലും അത് പറയില്ല എന്നതാണ് അവൻ്റെ പ്രത്യേകത. മാലം യുഗർഗിർ, റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയിട്ടില്ലെങ്കിൽ, ഹത്താ തത്ലു അശംസു മിൻ മഗ്രിബിഹാ സൂര്യൻ പടിഞ്ഞാറ് നിന്നും ഉദിച്ചിട്ടില്ലെങ്കിൽ. രണ്ട് നിബന്ധനയുള്ളൂ, സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കരുത്, റൂഹ് തൊണ്ടേക്കെത്തരുത്. അതിൻ്റെ മുമ്പ് ഒരു മനുഷ്യൻ പടച്ചോൻ എൻ്റെ അടുത്തൊരു അബദ്ധം പറ്റിയതാണ് എന്ന് പറയാൻ തയ്യാറുണ്ടെങ്കിൽ സാരല്യ, അനക്ക് ഞാൻ പൊരുത്തപ്പെട്ടെന്നു, അനക്ക് പൊരുത്തപ്പെട്ടുതരാൻ ഞാനല്ലാതെ വേറെ ആരും ഇല്ലല്ലോ എന്ന് പറയുന്നവനാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. പക്ഷേ എൻ്റെ അടുത്തൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് എന്ന് പറയാൻ നമ്മൾ തയ്യാറില്ല എന്നതാണ് പ്രശ്നം. ഞമ്മക്കൊരു വേണ്ടാത്ത കാര്യം ചെയ്താൽ പോലും ചെയ്തേക്കിന് ചിലപ്പം വേണ്ടിയെന്നില്ല എന്ന് തോന്നുന്നേ ഉള്ളൂ. 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്കത് വേണ്ട തന്നെയായിരുന്നു എന്നാണ് തോന്നുക. ഒരു വയസ്സായ ആളും ഒരു ചെറിയ കുട്ടിയും കൂടിയും തമ്മിൽ തെറ്റിയെന്ന് വിചാരിക്കുക, വർത്താനം പറഞ്ഞിട്ട് രാഷ്ട്രീയം പറഞ്ഞ് തെറ്റി. ഒരു വയസ്സനും ഒരു കുട്ടി തെറ്റിയേക്കിന് വയസ്സായ ആൾക്ക് തോന്നും ഞാൻ ഇപ്പം ആ കുട്ടിനോട് തോന്നും പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നും. കുട്ടിക്കും തോന്നും ഞാൻ ആ വയസ്സനോട് പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നും. 24 മണിക്കൂർ കഴിയുമ്പോഴേക്കും നേരെ ഓപ്പോസിറ്റ് ആവും. വയസ്സന് തോന്നും എന്നാലും ഇപ്പോൾ ആ കുട്ടി എന്നോട് അതൊക്കെ പറയാൻ പറ്റുമോ, അതിൻ്റെ അടുത്ത് തന്നെ കുഴപ്പം തോന്നും. കുട്ടിക്കും തോന്നും എന്നാലും ഇപ്പോൾ അയാളൊന്നുമില്ലേ, കുറേ നാളും പ്രായമൊക്കെ ഉള്ളൊരു തന്തല്ലേ, മൂപ്പരിനോട് ഇങ്ങനെ ചെയ്യാൻ പറ്റിയിരുന്നില്ല, അയാളുടെ തന്നെ കുഴപ്പം തോന്നും. അങ്ങനെയാണ്. 3 ദിവസം കഴിഞ്ഞാൽ തെറ്റിയത് എന്തിനാണെന്ന് മറക്കും, പിന്നെ വേറെ കുറേ കാര്യം പറയാം. 3 ദിവസം കഴിഞ്ഞാൽ എന്തിനാണ് തെറ്റിയതെന്ന് ഓർമ്മ ഉണ്ടാവില്ല. അല്ലെങ്കിലും ഓൻ പണ്ടന്നെ അങ്ങനെയാണെന്നാ പിന്നെ പറയാം. പണ്ടന്നെ അങ്ങനെയാണെങ്കിൽ പണ്ടന്നെ തെറ്റണ്ടേ, തെറ്റിയത് മിഞ്ഞാന്നല്ലേ, അപ്പൊ പണ്ടത്തെ കാരണമല്ല എന്ന് മനസ്സിലായില്ലേ. പക്ഷെ നമ്മൾ ഇങ്ങനെയൊക്കെ പറയാം. അള്ളാഹു തആല ഈ വർത്താനം ഒന്നും പറയില്ല. അതാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള തിരിച്ചറിവ് എന്ന് പറഞ്ഞത്. അതാണ് റജബ്. അതുണ്ടായാലേ പടച്ചോനെ ഏൽപ്പിച്ചാൽ നടക്കുന്നു നമുക്ക് തോന്നുള്ളൂ. തോന്നിയാലേ തവക്കുലാവുള്ളൂ, അല്ലെങ്കിൽ തവക്കുലുണ്ടാവില്ല. അവന് നമുക്കതിന് തോന്നണം. അതിന് അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം, അവനെക്കുറിച്ച് പറയണം, അവനിലേക്ക് കാര്യങ്ങൾ ഏൽപ്പിക്കണം, അവനോട് മനസ്സറിഞ്ഞ് ദ്വാരക്കണം. കിട്ടുന്നുള്ള വിചാരം നമുക്ക് ഉണ്ടാവണം. കിട്ടിയിട്ടുണ്ട്, ചോദിച്ചവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. മനസ്സറിഞ്ഞ് ചോദിച്ചവർക്ക്, മനസ്സറിഞ്ഞ് ചോദിച്ചാൽ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അമ്പിയാക്കൾ ഉദാഹരണമാണ്, ഔലിയാക്കൾ ഉദാഹരണമാണ്, സ്വാലിഹീങ്ങൾ ഉദാഹരണമാണ്, സലഫു സ്വാലിഹീങ്ങൾ ഉദാഹരണമാണ്, മുൻഗാമികൾ ഉദാഹരണമാണ്. ഇതന്നെ സംഗതി. അതുകൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കുകയും അവനിലേക്ക് കാര്യങ്ങളെ ഏൽപ്പിക്കുകയും ചെയ്യണം. ആർക്കാണെങ്കിലും കുറച്ചൊക്കെ ഇങ്ങനെ നാളും പ്രായമായി ഒരു 60 വയസ്സ്, 65 വയസ്സ്, 75 വയസ്സൊക്കെ ആകുമ്പോൾ അള്ളാഹ് പടച്ചോനെ നന്നാവണല്ലോ റബ്ബേ എന്ന് തോന്നുമല്ലോ. ആർക്കും തോന്നും. ഒരു 75 വയസ്സ് 70 വയസ്സൊക്കെ കഴിഞ്ഞാൽ ആരാണെങ്കിലും പടച്ചോനെ മരിച്ചു പോകേണ്ടതായുള്ള റബ്ബേ എന്ന് തോന്നും. ആ സമയത്ത് ഓനൊരു മനസ്സറിഞ്ഞ അള്ളാഹിനെ വിളിക്കും. ഒരിക്കലും 60 കൊല്ലം എന്തേ പറയാഞ്ഞു എന്ന് അള്ളാഹു തആല ചോദിക്കൂല എന്നാണ്. ദീർഘായുസിന്റെ ഗുണം അതാണ്. ശരിക്ക് വണ്ടിന്റെ ചോട്ട് പെട്ടാൽ ഷഹീദിന്റെ കൂലിട്ടും, വെള്ളം ഒഴുകി വരുന്നതിൽ പെട്ടുങ്ങാണ്ട് മരിച്ചാൽ ഷഹീദിന്റെ കൂലിട്ടും, പാമ്പ് കടിച്ച് മരിച്ചാൽ ഷഹീദിന്റെ കൂലിട്ടും. അത് ക്യാൻസൽ ചെയ്തിട്ടാണ് ദീർഘായുസ് തരണേന്ന് നമ്മൾ ദ്വാരക്കണത്. എന്താ ഗുണം? ദീർഘായുസ് കൊണ്ടുള്ള ഗുണം മനസ്സറിഞ്ഞ് തൗബ ചെയ്യാനും അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങാനും അവസരം ഉണ്ടാകും എന്നതാണ്. വയസ്സിങ്ങനെ കൂടി വരുന്നതിനനുസരിച്ച് അള്ളാഹുവിലേക്ക് മനുഷ്യൻ ഇങ്ങനെ മടങ്ങിക്കൊണ്ടിരിക്കും. കുയ്യക്ക് കാലിട്ടിയപ്പോഴാ പറയാൻ വന്നതില്ലേ എന്ന് അള്ളാഹു ഒരിക്കലും ചോദിക്കൂല.
എൻ്റെ കുട്ടിയെ അനക്ക് ഇപ്പോഴെങ്കിലും എന്നോട് പറയാൻ തോന്നിയല്ലോ, ഞാൻ അനക്ക് പൊരുത്തപ്പെട്ടടാ എന്ന് പറയുന്നവനാണ് യഥാർത്ഥത്തിൽ അള്ളാഹു തആല. ഇതാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള തിരിച്ചറിവ്. അതുണ്ടായാലേ ഓനോട് തോരക്കാനും ഓനെ ഏൽപ്പിക്കാനും നമുക്ക് കഴിയുള്ളൂ. അതുകൊണ്ട് ആ ഒരു ബോധം നമുക്കുണ്ടായിരിക്കണം. നമുക്ക് ആവശ്യമായ മുഴുവൻ സൗകര്യങ്ങളും മുഴുവൻ സംവിധാനങ്ങളും അള്ളാഹു നേരിട്ട് ഒരുക്കി തരാൻ ആരെയും ഏൽപ്പിക്കണില്ല. ദുനിയാവിലൊരു മനുഷ്യന് ആവശ്യമുള്ളത് 3 കാര്യങ്ങളാണ്. ദുനിയാവിലൊരു മനുഷ്യനാകെ ആവശ്യമുള്ളത് 3 കാര്യങ്ങളാണ്. 1 ശ്വസിക്കുന്ന വായു, 2 കുടിക്കുന്ന വെള്ളം, 3 കഴിക്കുന്ന ഭക്ഷണം. ഇതാണ് ആവശ്യമുള്ളത്. ഈ 3 സാധനങ്ങളും അള്ളാഹു ആരെയും ഏൽപ്പിക്കണില്ല. ഓക്സിജൻ വായു നേരിട്ട് തരുന്നു, ഒരു ഏജന്റും ഇല്ല. ഒരു 5 ദിവസം ആശുപത്രി കടന്നിട്ട് ഓക്സിജന്റെ ബില്ല് അടച്ചു നോക്കിയാൽ അറിയാം എത്ര റുപ്യൻ്റെ സൗജന്യ ഓക്സിജനാണ് അള്ളാഹു തന്നിരുന്നത് എന്ന്. ഒരു 3 ദിവസം ICUലാണ് കടന്നിട്ട് ഓക്സിജന്റെ ബില്ലടിച്ചാൽ അറിയും. അത് ഒരു ചെലവില്ലാതെ അള്ളാഹു തആല നമുക്ക് തരുന്നു. 5 സെന്റ് സ്ഥലത്ത് താമസിക്കുന്ന ഒരാൾക്ക് കുടിക്കാൻ ആവശ്യമായ വെള്ളം ആ 5 സെന്റ് സ്ഥലത്ത് അള്ളാഹു തആല ഒഴിച്ചു കൊടുക്കും. മുറ്റം കട്ട വിരിച്ചിട്ട് ഒഴുക്കിക്കളഞ്ഞതിന് അള്ളാഹു തആല ഉത്തരവാദിയല്ല എന്ന് മാത്രം. ഓന് കുടിക്കാനുള്ളത് അവിടെ ഉണ്ടാവും. 1 ഏക്കർ സ്ഥലമുള്ള ആൾക്ക് കുടിക്കാനും ഓൻ്റെ തെങ്ങ് നനക്കാനുള്ള വെള്ളം ആ 1 ഏക്കറയിൽ അള്ളാഹു തആല പാർന്നു കൊടുക്കും. ഇങ്ങനെയാണ് എല്ലാ സാധനങ്ങളും ചെയ്തു തരുന്നു. നമ്മൾ ഈ ദുനിയാവുക്ക് ജനിച്ചു വരുന്ന സമയത്ത് നമുക്ക് തൊള്ളയിൽ പല്ലുണ്ടായിരുന്നില്ല. എന്തേ കാരണം? പല്ല് വേണ്ടിയിരുന്നില്ല. കാരണം ഉമ്മാൻ്റെ മുലൊടിക്കാൻ പല്ലുണ്ടായിരുന്നുവെങ്കിൽ ഇമ്മ നമ്മളെ കൊണ്ട് അടങ്ങാറാവുകയും ഒരു തുള്ളി മുലപ്പാൽ പോലും തരാൻ പറ്റാതിരിക്കുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തൊള്ളയിൽ അള്ളാഹു തആല പല്ല് തന്നില്ല. കുറേ കഴിഞ്ഞ് മുലകുടി ഇങ്ങനെ മാറാനായപ്പോൾ അടിയിൽ നിന്ന് 2 പല്ല് മേപ്പെട്ട് ഇങ്ങനെയാണ് തന്നു, അല്ലെങ്കിൽ മേലെന്ന് 2 പല്ല് താഴത്തേക്ക് ഇങ്ങനെയാണ് തന്നു. അതിങ്ങനെ കൂട്ടിയിട്ട് തൊണ്ണും അങ്ങനെ കടിച്ചു നോക്കിയപ്പോൾ ഇത് വേദന ഉള്ളതാണ് എന്ന് മനസ്സിലായപ്പോൾ 2 എണ്ണം അടിയിൽ നിന്ന് വേറെയും തന്നു. അങ്ങനെ 4 എണ്ണാക്കി തന്നു. പിന്നെ അങ്ങനെ തന്ന് തൊള്ളയിൽ 10 അള്ളാഹു തആല നിറച്ചു തന്നു. മുട്ടായി തിന്നും, വെച്ചുത്തി വീഴും, പൊട്ടും, പല്ലേക്കാൻ പറഞ്ഞാലും തേക്കൂല, കേടുവരാൻ സാധ്യതയുണ്ട്. സാരല്ല, മൊത്തം പല്ല് മാറ്റിയിട്ട് 2ാമത്തെ സെറ്റ് പല്ല് 32 എണ്ണം മുഴുവനായിട്ടും തന്നു. ഇനി കേടെടുത്താണെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരും. വാങ്ങാൻ പോയി നോക്കി അറിയാം. എൻ്റെ ഒരു സുഹൃത്തിന് പല്ലുണ്ടാക്കുന്ന കമ്പനി ഉണ്ട്. ഒരു പല്ലിന് എത്ര വില എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു 7000 റുപ്യ. അത് ഫിറ്റ് ചെയ്യാൻ എത്ര റുപ്യായോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു 4 പ്രാവശ്യമെങ്കിലും ക്ലീൻ ചെയ്തിട്ട് പല്ല് വെക്കേണ്ടി വരും. അതിനൊരു 7000 റുപ്യം കൂടിയും വരും. ഒരു പല്ലിന് 14000 റുപ്യ ഇൻറ്റു 32 തൊള്ളേത്തെ സെറ്റ് എന്ന് പറയുന്നത്. അത് വെറുതെ തന്നിട്ടുണ്ട്. ആവശ്യമാകുന്ന സമയത്ത് അള്ളാഹു എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. ഇഞ്ഞ് കേടെടുത്തിയാലുള്ള സംവിധാനം പൈസ കൊടുത്ത് വാങ്ങലാണ്. അപ്പറിയാം ഫ്രീ ആയി തന്നതിന് എത്രയായിരുന്നു വില. ചക്ക തിന്നേണ്ട സമയമാകുമ്പോൾ അള്ളാഹു പിലാവുമ്മ ചക്ക ഉണ്ടാക്കി തരും. ചക്കക്കാലത്ത് ചക്ക എന്നാ ഒരു കേടുണ്ടാവില്ല. മാങ്ങ തിന്നേണ്ട കാലത്ത് മൂച്ചിമ്മ അള്ളാഹു തആല മാങ്ങ തരും. മാങ്ങ കാലത്ത് മാങ്ങ എന്നാ ഒരു കുഴപ്പമുണ്ടാവില്ല. തേങ്ങ എല്ലാ കാലത്തും തിന്നേണ്ടതായതുകൊണ്ട് തേങ്ങാക്കാലം എന്ന ഒരു കാലമില്ല. അതെല്ലാ കാലത്തും ഉണ്ടാവും തന്നെ. ഇങ്ങനെ ആവശ്യത്തിനനുസരിച്ച് മുഴുവൻ ചെയ്തു തന്ന അള്ളാഹുവിനെ തിരിച്ച് പടച്ചോനെ അന്നെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയാൻ നമ്മൾ എത്ര കണ്ട് തയ്യാറുണ്ട് എന്ന് തന്നെയാണ് പ്രശ്നം. അതിനാണ് തവക്കുൽ എന്ന് പറയാം. അതുള്ള എല്ലാ ആൾക്കാരും വിജയിച്ചിട്ടുണ്ട്. അവിടെയാണ് ഔലിയാക്കൾ വിജയിച്ചത്, അവിടെയാണ് സ്വാലിഹീങ്ങൾ വിജയിച്ചത്, അവിടെയാണ് വലിയ തൗഫീഖ് ഉണ്ടാകുക. അതന്നെയാണ് സംഗതി. വലിയ തൗഫീഖ് ഉണ്ടാവും. തന്നെയാണ് സംഗതി അറിയണത്. അപ്പം അതുകൊണ്ട് തവക്കുൽ എന്ന് പറയുന്നത് ഖൽബിൻ്റെ ഒരവസ്ഥയാണ്. തസൗഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് എന്നത് ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിനെ ഏൽപ്പിച്ച് അവനെ ഭരമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ നമ്മൾ തീരുമാനമെടുക്കണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു.